ഗുഡ് ഈവനിങ് ഓൾ. ഓഡിയബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സ്ക്രീനൊക്കെ നന്നായിട്ട് വിസിബിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്ന് നമ്മൾ BNSന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഭാരതീയ ന്യായ സംഹിത 2023. നമുക്കറിയാം IPC ഇന്ത്യൻ പീനൽ കോഡ് 1860 1860 ആക്ടിനെ റിപ്പീൽ ചെയ്തിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു നിയമസംഹിത അല്ലെങ്കിൽ നിയമത്തിന്റെ കോഡാണ് എന്ത്? ഭാരതീയ ന്യായ സംഹിത എന്നുള്ളത്. ഭാരതീയ ന്യായ സംഹിത ഇസ് എ സബ്സ്റ്റാൻറ്റീവ് ലോ, അല്ലാതെ എന്തല്ല ഒരു പ്രൊസീജിയറൽ ലോ അല്ല. എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ? ജസ്റ്റ് കാര്യങ്ങളെ പറ്റിയും ഒഫൻസുകളെ പറ്റിയും അതിന്റെ പണിഷ്മെന്റുകളെ പറ്റിയും മാത്രം മെൻഷൻ ചെയ്യുന്ന ലോയാണ് സബ്സ്റ്റാൻറ്റീവ്. ജസ്റ്റ് തിങ്സ് എന്താണെന്ന് മാത്രം പറയുന്നു, അതിന്റെ പ്രൊവിഷൻസിനെ പറ്റി പറയുന്നു. ഇത്രേ ഉള്ളൂ ഈ ഒരു ലോയിൽ. നിങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ അറസ്റ്റ് ചെയ്യണം, എങ്ങനെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം എന്നിങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നും അവിടെ പറയുന്നില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് എ ജസ്റ്റ് സബ്സ്റ്റാൻറ്റീവ് ലോ. ഇവിടെ എന്തൊക്കെയാണ് ഒഫൻസ്? ഒരാളെ കളിയാക്കി, ഒഫൻസ് ആണ്. ഡിഫമേഷൻ, ഒരാളെ ഇടിച്ച് എല്ല് പൊട്ടിച്ചു, ഒഫൻസ് ആണ്. ഹേർട്ട്, എല്ല് പൊട്ടിച്ചാൽ അത് ഗ്രീവിയസ് ഹേർട്ട് ആകും. അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഒഫൻസ്, ഓരോ ഒഫൻസ് ചെയ്താലുള്ള പണിഷ്മെന്റ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എവിടെ വരുന്നത്? ഈ ഭാരതീയ ന്യായ സംഹിത പോലെയുള്ള സംഹിതകളിൽ, സബ്സ്റ്റാൻറ്റീവ് ലോ ആയിട്ടുള്ള ലോയിൽ മെൻഷൻ ചെയ്യുന്നത്. IPCയിലും ഇത് തന്നെയായിരുന്നു, ഭാരതീയ ന്യായ സംഹിതയിലും സെയിം കണ്ടന്റ്സ് ആണ്. പക്ഷേ ചെറുതും വലുതുമായ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ചേഞ്ചസും എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ക്ലാസിന്റെ ഇടയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ പണിഷ്മെന്റിന്റെ വിഷയങ്ങളിൽ പുതുതായിട്ട് ഒരു പണിഷ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. IPCയിൽ 5 പണിഷ്മെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോ 6 ആയിട്ടുണ്ട്. അഡീഷണലി ഒരു പണിഷ്മെന്റ് ആഡ് ആക്കി. ഏതാണ് ആ പണിഷ്മെന്റ്? പറയൂ. കമ്മ്യൂണിറ്റി സർവീസ്. അതെ, കമ്മ്യൂണിറ്റി സർവീസ്. ഒറിജിനലി IPCയിൽ 5 പണിഷ്മെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണത്? ഡെത്ത് പെനാൽറ്റി, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, പിന്നെ ഇംപ്രിസ്മെന്റ്, പിന്നെ ഏതൊക്കെയായിരുന്നു? ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഫൈൻ എന്നിങ്ങനെ 5 പണിഷ്മെന്റ്സ് ഒറിജിനലി IPCയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഭാരതീയ ന്യായ സംഹിതയിൽ കമ്മ്യൂണിറ്റി സർവീസ്, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സർവീസ് എന്ന ഒരു പണിഷ്മെന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെയും ഒരുപാട് പ്രൊവിഷൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരുപാട് സെക്ഷൻസുകൾ കുറച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലേക്ക്. പണ്ട് IPCയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സെക്ഷൻസ് അതിനെ ചുരുക്കി ലളിതമാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഭാരതീയ ന്യായ സംഹിതയിൽ ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട്. അതിലെ ഒരു ചാപ്റ്റർ ആണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൺ, ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൺ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ മാറ്റർ റിലേറ്റഡ് ആയിട്ടും ഓരോരോ ചാപ്റ്ററിലായിട്ടാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ഒഫൻസുകളെ പറ്റി പറയുന്നത്. ഒരു സ്ത്രീയെ സെക്ഷുവലി ഹരാസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒളിഞ്ഞു നോക്കി, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പുറകിൽ പൂവാല ശല്യത്തോടുകൂടി നടന്ന് അനുഗമിച്ചു, അല്ലെങ്കിൽ ശല്യപ്പെടുത്തി മോണിറ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഔട്ട്റേജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൺ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലാണ് മുഴുവൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒഫൻസുകളെ പറ്റി പറയുന്നത്. ചിൽഡ്രൻ, കുട്ടികളെ കളയുന്ന സംഭവങ്ങള്, കുട്ടികളെ ഉപേക്ഷിക്കുന്ന സംഭവങ്ങള്, കുട്ടികളെ യാചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശരീരത്തിൽ അംഗവൈകല്യങ്ങൾ വരുത്തുന്ന ഒഫൻസുകള്, കുട്ടികളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന ഒഫൻസുകളില്ലേ, അത് എന്തൊക്കെയാണ്, പണിഷ്മെന്റ് എന്തൊക്കെയാണെന്നാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരോ മാറ്റർ റിലേറ്റഡ് ആയിട്ട് ഓരോരോ ഒഫൻസുകൾ ഉണ്ട്. ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി. ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ്, ഒരു മനുഷ്യ ശരീരത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന രീതിയിൽ ഏതൊക്കെ ഒഫൻസുകൾ ചെയ്യാൻ പറ്റും. ഒരു ശരീരത്തിലെ ജീവൻ പൂർണ്ണമായും
എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒഫൻസ് ഏതാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള മാറ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒഫൻസസ് അഗേൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ള ഒരു ടോപ്പിക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും, അത് MG ആകട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആകട്ടെ, കാലിക്കറ്റ് ആവട്ടെ, കുസാറ്റ് ആവട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആകട്ടെ, BNS എന്ന സബ്ജക്ട് ഉണ്ടോ, ക്രിമിനൽ ലോ എന്ന പേപ്പർ ഉണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഇത് കൂടുതലും essay ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മേജർ ആയിട്ട് മനസ്സിലാക്കാനുള്ളത് മർഡർ വേഴ്സസ് കൾപ്പബിൾ ഹോമിസൈഡ്, അതായത് മനഃപൂർവ്വം ചെയ്യുന്ന നരഹത്യ, മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന നരഹത്യ, ഈ രണ്ട് കാര്യങ്ങളെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നുകിൽ ഒഫൻസസ് അഗേൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് മർഡർ, എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാം. പല രീതിയിലും ചോദിക്കാം. ഈ ചോദ്യം എങ്ങനെയൊക്കെ വന്നാലും ഉത്തരം എഴുതേണ്ടത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റേഴ്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഒക്കെ വെച്ച് എഴുതുക. ഒറിജിനലി IPCയിൽ 300, 302 പോലുള്ള സെക്ഷൻസിലൊക്കെയാണ് മർഡർ, കൾപ്പബിൾ ഹോമിസൈഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇവിടെ BNSലേക്ക് വരുമ്പോൾ BNSൽ 99, 100 പോലുള്ള സെക്ഷനുകളിലാണ് കൾപ്പബിൾ ഹോമിസൈഡ് വേഴ്സസ് മർഡറിനെ പറ്റി പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയുവാണ്, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കടക്കാം. കൾപ്പബിൾ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം, സ്ലൈഡ് വെച്ച് നിങ്ങൾക്ക് വായിച്ചു തരാം. അതിനു മുമ്പ് ഇൻട്രോ ആയിട്ട് നിങ്ങൾ കാര്യം കേൾക്കുക. കൾപ്പബിൾ ഹോമിസൈഡ് ഇതൊരു ലാറ്റിൻ ടേം ആണ്. കൾപ്പബിൾ എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പ ഹോമിസിഡി എന്ന വാക്കിൽ നിന്നാണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന വാക്ക് എടുത്തേക്കുന്നത്. കൾപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ മീനിങ് വരുന്നത് പണിഷബിൾ എന്നാണ്, അതായത് ശിക്ഷാർഹമായിട്ടുള്ള പ്രവൃത്തി എന്നാണ് കൾപ്പബിൾ എന്ന വാക്കിന്റെ അർത്ഥം. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ കില്ലിംഗ്, ഒരു മനുഷ്യനെ കൊല്ലുക എന്നാണ് ഹോമിസൈഡിന്റെ അർത്ഥം. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അർത്ഥം എന്തായിരിക്കും, ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. കൾപ്പബിൾ ഹോമിസൈഡിന് രണ്ടർത്ഥമുണ്ട്. ജനറൽ ആയിട്ട് ഇതിന്റെ ലിറ്ററൽ മീനിങ് ഉണ്ട്, പിന്നെ മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന നരഹത്യകൾക്കും കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ഒരുപാട് ആളുകൾക്കും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഭാഗമാണിത്. മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന നരഹത്യയും ജസ്റ്റ് കൾപ്പബിൾ ഹോമിസൈഡിനെ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ആ ജനറൽ ആയിട്ട് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, മനുഷ്യനെ കൊല്ലുന്നത് പണിഷബിൾ ആണ്, അത്രേ അതിൻ്റെ അകത്തുള്ളൂ. അതിന്റെ അകത്താണ് രണ്ട് കാറ്റഗറി ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. ഒന്ന് എമൗണ്ടിങ് ടു മർഡർ ഉണ്ട്, രണ്ടാമത്തത് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ഉണ്ട്. എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യനെ കൊല്ലുന്നത് തെറ്റാണ്, വിച്ച് ഇസ് എമൗണ്ടിങ് ടു മർഡർ. ആ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണെങ്കിൽ എന്താണ്, മനഃപൂർവ്വം ചെയ്യുന്ന നരഹത്യ. എനിക്ക് ദേഷ്യം ഉണ്ടായി അഖിൽ ബ്രദറിനെ, ഞാൻ എന്ത് ചെയ്തു, ചുറ്റിക കൊണ്ട് അഖിൽ ബ്രദറിന്റെ തല അടിച്ചു പൊട്ടിച്ചു കൊന്നു. ദിസ് ഇസ് കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് എമൗണ്ടിങ് ടു മർഡർ. മനഃപൂർവ്വം ചെയ്യുന്ന നരഹത്യകളാണ് കൾപ്പബിൾ ഹോമിസൈഡ് വിച്ച് ഇസ് എമൗണ്ടിങ് ടു മർഡർ എന്ന ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് പറയുന്നത്. ഇനി കൾപ്പബിൾ ഹോമിസൈഡിന് രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, കൾപ്പബിൾ ഹോമിസൈഡ് വിച്ച് ഇസ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, മനഃപൂർവ്വമല്ലാതെ ചെയ്യുന്ന നരഹത്യകൾ. ഉദാഹരണത്തിന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലിബിൻ ചേട്ടന്റെ മുഖത്തിട്ട് നല്ലൊരു ഇടി അടിച്ചു, നല്ല വീശി അടിച്ചു. പക്ഷെ ലിബിൻ ചേട്ടൻ മരിക്കണം എന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ മുഖത്തിട്ടൊക്കെ അടി കൊണ്ടാ, മുഖത്ത് നല്ല സ്കൾട്ടൺ ഉള്ളതാണ്, മുഖത്ത് ഒരുപാട് ഞരമ്പുകൾ ഉള്ളതാണ്. നമുക്കറിയാം മുഖത്തൊക്കെ നല്ല വീശി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആള് മരിച്ചു പോകാം എന്നത്. പക്ഷെ നമ്മൾ അടിച്ചത് കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല, പക്ഷെ നമ്മുടെ അടി കൊണ്ട് അയാൾ മരിച്ചു. ഇൻ ദിസ് കേസ് നമ്മൾ കൊലപാതകം തന്നെയാണ് നടത്തിയേക്കുന്നത്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണ്. ഇന്റൻഷൻ ഇല്ലാതെ, ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേദനിക്കണം എന്ന് പറഞ്ഞ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഫുൾ ക്ലാരിറ്റി ഇന്റൻഷൻ അവിടെ ഇല്ല. കൊല്ലണം, അവൻ ചാവണം എന്നൊരു ഇന്റൻഷൻ ഇല്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് രണ്ടാമത്തെ ആൾ മരിച്ചാൽ അതിനെ കൾപ്പബിൾ ഹോമിസൈഡ് വിച്ച് ഇസ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ജനറലി മനസ്സിലാക്കുക, കൾപ്പബിൾ ഹോമിസൈഡ് എന്നതിന്റെ അകത്ത് രണ്ടെണ്ണം വരും, എമൗണ്ടിങ് ടു മർഡറും രണ്ടാമത്തെ നോട്ട് എമൗണ്ടിങ് ടു മർഡറും. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന വാക്ക് ജനറൽ വേർഡ് ആണ്. ഇതിന്റെ അകത്ത് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതില് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനെ പറയുന്ന പേര് മർഡർ എന്നാണ്. എമൗണ്ടിങ് ടു മർഡർ എന്ന വിഭാഗത്തിനെ പറയുന്ന പേര് മർഡർ എന്നാണ്. BNSന്റെ സെക്ഷൻ 100ലാണ് മർഡറിനെ പറ്റി പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടും. അതിനറിയപ്പെടുന്ന പേരാണ് വെറും കൾപ്പബിൾ ഹോമിസൈഡ് എന്ന്. എപ്പോഴും മനഃപൂർവ്വമല്ലാത്ത നരഹത്യകൾക്ക് കൾപ്പബിൾ ഹോമിസൈഡ് വിച്ച് ഇസ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാറില്ല.
മറിച്ച് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പേരാണ് വെറും കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പൊ ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്ന് പറഞ്ഞ അർത്ഥം കൊടുക്കരുത്. ആ ഒരു വാക്കിന് ലിറ്ററലി ഒരു അർത്ഥമുണ്ട്. അതിന്റെ കീഴിൽ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന ക്ലാസിഫിക്കേഷനും കൂടി ഈ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന പേര് ഉപയോഗിക്കാൻ പറ്റും എന്നാണെന്ന് മനസ്സിലാക്കുക. ഇനി കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടും. കൾപ്പബിൾ ഹോമിസൈഡ്. The term culpable homicide comes from the Latin words culpa and homicidi. Culpa means punishment. Culpa എന്ന് പറഞ്ഞാൽ എന്താ? Punishment. Culpable എന്ന് പറഞ്ഞാൽ എന്താ? Punishable. Homicidi comes from homo, man, and sida means to kill. മനുഷ്യനെ കൊല്ലുക, മനുഷ്യനെ കൊല്ലുന്നത് ശിക്ഷാർഹമായ കാര്യമാണ് എന്നാണ് ഈ ഒരു വാക്കിലൂടെ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, കിട്ടുന്നില്ലേ? ഇല്ല, എന്റെ ഭാഗത്ത് സംബന്ധിച്ച് കാണോ? ബാക്കിയുള്ളവർക്ക് പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ബാക്കിയുള്ളവർക്കോ? വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പറ്റുന്നുണ്ടെന്നാണോ? പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചു പേർക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കും കാണാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ. കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ. എന്റെ ആബിനിഷോ എന്ന് പറഞ്ഞ പേജ് കാണുന്നുണ്ടോ? നിങ്ങൾ കാണാൻ പറ്റാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്യാവൂ. എന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യൂ. എന്നിട്ടും ഓക്കെ ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ആബിനിഷയോടെ ആ ഒരു നമ്മുടെ ഐഡിയെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഓക്കെ ആയോ? നേരത്തെ ഓക്കെ അല്ലാത്തവർക്ക് ഓക്കെ ആയെങ്കിൽ ഒന്ന് പറയൂ. ടൈം കളയണ്ട, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സുബ്രഹ്മണ്യ ചേട്ടാ ഓക്കെ ആയോ? ഓക്കെ, റൈറ്റ്. ഇനിയും ഓക്കെ ആവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ലിവ് ചെയ്ത് ഒന്നുകൂടെ കയറുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ്. ദി ടേം കൾപ്പബിൾ ഹോമിസൈഡ് കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കൾപ്പ ആൻഡ് ഹോമിസിഡി മീൻസ് പണിഷ്മെന്റ്. ഹോമോസിഡി പറഞ്ഞതാണല്ലോ, ഹ്യൂമൻ കില്ലിംഗ് ഇസ് പണിഷബിൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ്സ് പണിഷബിൾ ബൈ ലോ. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ലോയിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ കൊല്ലുന്നത്. ആൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. culpable homicide amounting to murder and culpable homicide not amounting to murder. culpable homicide എന്ന വാക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മനഃപൂർവ്വം ചെയ്യുന്ന culpable homicide, രണ്ട് മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന culpable homicide. ഈ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന culpable homicideനും ജനറലി culpable homicide എന്ന് പറയാറുണ്ട്. എന്നാൽ മർഡറിനെ മനഃപൂർവ്വം ചെയ്യുന്ന culpable homicideനെ ജനറലി culpable homicide എന്ന് പറഞ്ഞാൽ അഡ്രസ് ചെയ്യാറില്ല. മർഡർ ആണെങ്കിൽ മർഡർ എന്ന് തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന നരഹത്യകളെ കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് അഡ്രസ് ചെയ്യാറ്. അപ്പൊ ഈ രണ്ട് കൾപ്പബിൾ ഹോമിസൈഡ് നമ്മൾ നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. സെക്ഷൻ 100. ഈ സെക്ഷൻ 100 ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ പറയണം സെക്ഷൻ 100 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനറലി പറഞ്ഞ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. സെക്ഷൻ 100 ഓഫ് BNS says that whoever causes death by doing an act with the intention of causing death or with the intention of causing such bodily injury as is likely to cause death or with the knowledge that he is likely by such act to cause death commits the offense of culpable homicide. ഇവിടെ എന്താ പറഞ്ഞത്? ഹൂ എവർ, ഏതൊരുവൻ, ഏതെങ്കിലും ഒരാൾ, കോസസ് ഡെത്ത്, എന്ത് ചെയ്യുന്നു? കൊലപാതകം നടത്തുന്നു. ബൈ ഡൂയിങ് ആൻ ആക്ട് വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, കൊല്ലണം എന്ന ഇന്റൻഷനോടുകൂടി മറ്റൊരാളെ കൊല്ലുന്നു. അല്ലെങ്കിൽ മറ്റൊരാളുടെ ദേഹത്ത് ഒരു മുറിവ് പറ്റിക്കുന്നു. അയാൾക്കറിയാം ആ മുറിവിലൂടെ മറ്റാൾ മരിക്കാം. കൊല്ലണം എന്ന് ഇന്റൻഷൻ ഇല്ല, പക്ഷെ നല്ല മാരകമായ രീതിയിൽ മുറിവ് പറ്റിച്ചു. അറിയാം ആ മുറിവ് ഒരാൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുമെന്നത്, പക്ഷെ അയാൾ മരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരാളും ഓർ വിത്ത് നോളജ് ദാറ്റ് ഈസ് ലൈക്ലി ടു സച്ച് ആക്ട് ടു കോസ് ഡെത്ത്. രണ്ടാമത്തത് ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കി, അത് ഇന്റൻഷൻ ഉണ്ട്. ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോട് കൂടിയാണ് രണ്ടാമത്തത് ചെയ്തത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇഞ്ചുറി പറ്റണം എന്ന ഇന്റൻഷൻ പോലും ഇല്ല.
ഒരു ആക്ട് ചെയ്തു, ദേഷ്യത്തിൽ ചെയ്തതാണ്, പക്ഷെ അറിയാം തന്റെ ആക്ട് മൂലം ആള് ചിലപ്പോൾ മരിച്ചു പോയേക്കാമെന്നത്. അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള രീതിയിൽ ഒരാൾ ഒരു ആക്ട് ചെയ്ത് അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് മറ്റേ ആൾ മരിച്ചു കഴിഞ്ഞാൽ ഹി കമ്മിറ്റ്സ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഇത് ചെയ്ത ആളെ കൾപ്പബിൾ ഹോമിസൈഡ് എന്നാണ് പറയുന്നത്, അത് കമ്മിറ്റ് ചെയ്ത ആളെന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ 2 കൾപ്പബിൾ ഹോമിസൈഡ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ജനറലി ഒരു കൾപ്പബിൾ ഹോമിസൈഡ്, അതിന്റെ താഴെ 2 എണ്ണം ക്ലാസിഫൈഡ് ആവും, അതിൽ സെക്കൻഡ് വണ്ണിനെയും കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇവിടുത്തെ കൾപ്പബിൾ ഹോമിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ആണോ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ സബ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണോ? എമൗണ്ടിങ്ങിന്റെ മർഡർ ആണ് ഇത് ജനറൽ ജനറൽ വരത്തില്ലേ? ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ജനറൽ ആണ്. യെസ്, ജനറൽ, അതാണ് റൈറ്റ് ആൻസർ. അതായത് ഇന്റൻഷൻ ടു കോസ്റ്റ്, അപ്പം നോട്ട് എമൗണ്ട് മർഡറും വരും, അമൗണ്ട് മർഡറും വരത്തില്ല. യെസ്, രണ്ടും വരും. കാരണം രണ്ടും വരുന്നത് ഏതിന്റെ അകത്താണ് നമ്മൾ പഠിച്ചത്? ജനറലിന്റെ അകത്തല്ലേ പഠിച്ചത്? അതെ. അപ്പൊ ഇത് ജനറൽ കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോ നിങ്ങൾ രണ്ടാമത്തെ അർത്ഥം വെച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾ കൾപ്പബിൾ ഹോമിസൈഡ് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്നൊരു അർത്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഒരു അർത്ഥം വെച്ച് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഈ ഒരു സെക്ഷന്റെ ഡെഫിനിഷൻ മാച്ച് ആയി തോന്നും. സംശയം വരും, ഇതെന്താ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, ഇവിടെ മനഃപൂർവ്വം ഇന്റൻഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ ഇത് മർഡറിനെ പറ്റിയല്ലേ പറയുന്നത്? അപ്പൊ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ അവിടെ മർഡർ വീണ്ടും പറയുന്നുണ്ട്. ഇതെന്താ സംഭവം? നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. The answer is that culpable homicide, it means is general in nature. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ക്ലിയർ ആയി മനസ്സിലായി കേട്ടിട്ടുള്ള ആളുകൾക്ക് ഈ ഡെഫിനിഷന്റെ അർത്ഥം എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാകും. ഈ ഒരു വാക്കിന്റെ അകത്ത് 2 കാര്യവും വരുന്നുണ്ട്. ഏതൊക്കെ? എമൗണ്ടിങ് ടു മെർഡറിന്റെ കാര്യവും നോട്ട് എമൗണ്ടിങ് ടു മെർഡറിന്റെ കാര്യവും രണ്ടും കൂടി ഉൾപ്പെടുന്ന ഒരു കൾപ്പബിൾ ഹോമിസൈഡ്, മനുഷ്യനെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിന്റെ അകത്ത് 2 എണ്ണം വരും. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത ഡെഫിനിഷൻസിന്റെ അകത്ത് നമുക്ക് നോക്കാം. അപ്പൊ ജനറലി കൾപ്പബിൾ ഹോമിസൈഡ് എന്താണെന്നുള്ളത് സെക്ഷൻ 100 ഓഫ് BNS മെൻഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് സെക്ഷൻ ഇസ് സെക്ഷൻ 101. 101 BNSന്റെ 101 മെർഡറിനെ പറ്റി പറയുന്നത്. അതായത് ഒന്നാമത്തേത് നമ്മൾ എന്താ പറയുന്നത്? ഇന്റൻഷനോടുകൂടി എമൗണ്ടിങ് ടു മെർഡർ, ഇന്റൻഷനോടുകൂടി ഒരാള് കൊലപ്പെടുത്തിയാൽ, മനഃപൂർവ്വമായിട്ട് ഒരാള് നരഹത്യ നടത്തിയാൽ എമൗണ്ടിങ് ടു മെർഡർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതിനെ ജനറലി പറയുന്ന വാക്കാണ് മെർഡർ എന്നത്. ഇൻ ദി ഫോളോയിങ് കേസസ് ദി കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മെർഡർ. താഴെ പറയുന്ന 4 സിറ്റുവേഷൻസ് ഉണ്ട്. ഈ 4 സിറ്റുവേഷൻസിലാണ് ഒരാള് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. 4 സിറ്റുവേഷൻസിൽ ഒന്ന് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ then he will be considered as a murderer. അവൻ ചെയ്തത് മർഡർ ആണ്, ഈ 4-ൽ ഏതെങ്കിലും ഒരു ആക്ട് ആണെങ്കിൽ. അപ്പൊ 101 4 ക്ലോസ് പറയുന്നുണ്ട്. ഓരോ ക്ലോസുകളാണ് ഇഫ് ഇട്ട് കൊടുത്തേക്കുന്നത്. 4 ക്ലോസുകൾ ഉണ്ട്. 4-ആൽ ഏതൊരു പ്രവൃത്തി ചെയ്താലും ഇറ്റ് വിൽ ബി കംസ് അണ്ടർ ദി ടേം മർഡർ. ഇത് മർഡറിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. ഒന്നാമത്തേത് എന്താ? ഇഫ് ദി ആക്ട് ബൈ വിച്ച് ദി ഡെത്ത് ഇസ് കോസ്ഡ് ഇസ് ഡൺ വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്. സിമ്പിളി എല്ലാവർക്കും മനസ്സിലായല്ലോ. മറ്റൊരാളെ കൊല്ലണം എന്ന ഇന്റൻഷനോടുകൂടി തന്നെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു, മറ്റൊരാൾ മരിച്ചു. ക്ലിയർ കട്ട് മർഡർ ആണ് ഇവിടെ. ഇല്ലസ്ട്രേഷൻ വെച്ച് എഴുതണം കേട്ടോ. നിങ്ങൾ എക്സാംസിന് ഇത് ചോദിക്കുമ്പോൾ വെറുതെ ഇത് എഴുതരുത്. ഞാൻ താഴെ ഇഷ്ടംപോലെ ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാംസിന് എഴുതുമ്പോൾ ഓരോ ക്ലോസിനും ഓരോ ഇല്ലസ്ട്രേഷൻ വെച്ച് കൊടുത്താൽ ബെറ്റർ ആണ്. ടീച്ചേഴ്സിന് കാര്യങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. ഓക്കെ, ഇല്ലസ്ട്രേഷൻ എഴുതണം. മിസ്റ്റർ എ വിത്ത് ഇന്റൻഷൻ ഹി ഹാസ് എ എന്തുണ്ടായിരുന്നു? പുള്ളിക്കാരനൊരു പ്രതികാര മനോഭാവം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ബീനോട്, അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം ഒരു തോക്കെടുത്ത് രണ്ടാമത്തെ വ്യക്തിയെ ഷൂട്ട് ചെയ്തു, മറ്റാൾ മരിക്കണം എന്ന ഇന്റൻഷനോടുകൂടി. എങ്കിൽ ഈ വ്യക്തി ചെയ്ത ഒഫൻസിന്റെ പേര് മർഡർ എന്നാണ്, അല്ലാതെ എന്തല്ല കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അല്ല. ഒന്നാമത്തെ ക്ലോസ്. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് ഇഫ് ദി ആക്ട് ബൈ വിച്ച് ദി ഡെത്ത് ഇസ് കോസ്ഡ്, മരണം സംഭവിച്ചു, ഇസ് ഡൺ വിത്ത് ദി ഇന്റൻഷൻ ഓഫ് കോസിംഗ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ദി ഒഫൻഡർ നോസ് ഇസ് ലൈക്ലി ടു കോസ് ദി ഡെത്ത് ഓഫ് ദി പേഴ്സൺ ടു ഹൂം ദി ഹാം ഇസ് കോസ്ഡ്. ഒരാള് രണ്ടാമത്തെ ആളുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഇഞ്ചുറി വരുത്തണം എന്ന ഇന്റൻഷനോടുകൂടി എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു. ആ ഇഞ്ചുറി മൂലം മറ്റാൾ മരിച്ചുപോയി. അറിയാം അത്തരം ഇഞ്ചുറി ചെയ്താൽ എന്താണ്, ആള് മരിച്ചു പോകും എന്നറിയാം. അങ്ങനെയാണ് അത് ചെയ്തതെങ്കിൽ ഈ വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ പേരും, അങ്ങനെ ആ രണ്ടാമത്തെ ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ വ്യക്തി ചെയ്ത ഒഫൻസിന്റെ പേരും മർഡർ തന്നെയാണ്. അപ്പൊ മനഃപൂർവ്വം കൊല്ലണം എന്നുണ്ടായിരുന്നില്ല, പക്ഷേ മരിക്കണം എന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും നല്ല ബോഡിലി ഇഞ്ചുറി, മുറിവ് പറ്റി ചോരല് കുളിക്കണം എന്ന ഇന്റൻഷനോടുകൂടി കൈ വെട്ടിയെടുത്ത്, ഫോർ എക്സാമ്പിൾ അത് പറയാം, ഞാൻ കാല് മുറിച്ചെടുത്ത ഒരാളുടെ
ചിലപ്പോ കാല് മുറിച്ച ആള് ജീവിക്കും, ചിലപ്പോ ജീവിക്കാതിരിക്കാം. അപ്പൊ എനിക്കറിയാം കാല് മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആള് മരിച്ചു പോകുന്നുള്ളത്. ഞരമ്പുകളൊക്കെ മുറിഞ്ഞു പോകണല്ലോ, രക്തം ഒരുപാട് പോകും. ചിലപ്പോ ഉടനെ ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കണം എന്ന രീതിയിൽ ആ ഒരു ഇന്റൻഷനോട് കൂടി ഞാൻ ഒരു ആക്ട് കോസ് ചെയ്തു. എനിക്കറിയാം അതുമൂലം അയാൾ മരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഞാനത് ചെയ്തിട്ട് സബ്സിക്വന്റ്ലി ദാറ്റ് പേഴ്സൺ മരിച്ചാൽ ഇറ്റ് വിൽ ബി കൺസിഡർ ആസ് മർഡർ. അതും മർഡർ ആണ്, മനഃപൂർവ്വമായ നരഹത്യയാണ്. Clause 3 says that if the act by which the death is caused is done with the intention of causing bodily injury to any person and the bodily injury intended to be inflicted is sufficient to in the ordinary course of nature to cause death. അതെ, ഇവിടെ ഈ മൂന്നാമത്തതിലോട്ട് വരുമ്പോ ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളില് ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കുന്നത് എന്തല്ല, സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു ജനറലി നോക്കുമ്പോൾ മറ്റൊരാളിലേക്ക് മരണം എത്തിക്കുന്ന രീതിയല്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സാധാരണഗതിയിൽ മരണം എത്തിക്കുന്ന ഒരു ബോഡിലി ഇഞ്ചുറി ഒന്നും അല്ല ഞാൻ ചെയ്തത്. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ മരണത്തിന് അത് സഫീഷ്യന്റ് ആണ് എന്നുള്ള രീതിയാണ് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നിദ ഹുസൈൻ ഒരു മാരകമായിട്ടുള്ള ഒരു കാലുവേദന അനുഭവപ്പെടുന്ന ഒരു കുട്ടിയാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വരുത്താതിരിക്കട്ടെ, അങ്ങനെ ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിതയുടെ കാലിലിട്ട് ഒരു ചെറിയൊരു ഫോഴ്സോട് കൂടി ഒരാൾ ചവിട്ടിയാൽ പോലും നിത എന്ത് ചെയ്യും, മരിച്ചു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ ഒരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കാൻ പോണെയാണ്. സാധാരണഗതിയിൽ ആ ബോഡിലി ഇഞ്ചുറി ഞാനൊരു ചവിട്ടി ഔട്ടാൻ പോണെയാണ് നിതയെ. സാധാരണ ആളുകളെ ആ ചവിട്ടിയാൽ അയാൾ മരിക്കാറില്ല. പക്ഷേ ഇവിടെ ഞാൻ ചവിട്ടുന്നത് ഇന്റൻഡഡ് ടു ബി ഇൻഫ്ലിക്റ്റഡ് സഫീഷ്യന്റ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. ആ വ്യക്തിയുടെ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചറിൽ, ആ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സംഭവം ഇൻഫ്ലിക്റ്റഡ്, അത് സഫീഷ്യന്റ് ആണ്, അത് മതി അയാൾ മരിക്കാൻ. അങ്ങനെ ഉണ്ടായിരിക്കെ നമ്മൾ ഒരു ആക്ട് ചെയ്തു, രണ്ടാമത്തെ ആള് മരിച്ചു എങ്കിൽ ആ ഒരു ഒഫൻസിന്റെ പേരും മർഡർ എന്നാണ്, അല്ലാതെ അത് കൾപ്പബിൾ ഹോമിസൈഡ് അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ ഗ്രാവിറ്റി കൂടണം എന്നൊന്നുമില്ല. ഞാൻ വെറുതെ ചവിട്ടിയുള്ളൂ, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആ പേഴ്സൺ എന്തോ ഡിസേബിലിറ്റി ഉണ്ടെന്ന്. അങ്ങനെയാണ് ചവിട്ടിയതെങ്കിൽ അത് അവിടെ പോകും, ഇത് കൾപ്പബിൾ ഹോമിസൈഡ് റെഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടെ അതല്ല പറയുന്നത്, എനിക്കറിയാം അയാൾക്ക് ആ ചവിട്ടി കിട്ടിയാൽ തന്നെ അയാൾ മരിക്കുമെന്ന്, എന്നിട്ടും ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ചവിട്ടി എങ്കിൽ ആ ഒരു പ്രവൃത്തിയെ മർഡർ എന്ന് വിളിക്കാൻ പറ്റും. നാലാമത്തെ ക്ലോസിൽ പറയുന്നത് ഇഫ് ദി പേഴ്സൺ കമ്മിറ്റിംഗ് ദിസ് ആക്ട് ബൈ വിച്ച് ദി ഡെത്ത് ഇസ് കോസ്ഡ് നോസ് ദാറ്റ് ഈസ് സോ എമിനന്റ് ഡേഞ്ചറസ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അയാൾക്കറിയാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഇത്രത്തോളം മാരകമായിട്ടാണ്, ഇറ്റ് മസ്റ്റ് ഇൻ ഓൾ പ്രോബബിലിറ്റി കോസ് ഡെത്ത്. ഞാൻ ഇത് എങ്ങനെയൊക്കെ ചെയ്താലും അപകടം ഉണ്ടാക്കും, മറ്റൊരാളുടെ മേത്ത് ഇഞ്ചുറി വരുത്തണം എന്ന് എനിക്ക് ഇന്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ അത് വരുത്തണമെന്നൊന്നുമില്ല. ദേഷ്യം വന്നപ്പോൾ ഞാൻ ഒരു ആക്ട് ചെയ്തു, എനിക്കറിയാം ഞാൻ ആ ആക്ട് ചെയ്യുന്നത് മൂലം ചിലപ്പോ മറ്റാൾ മരിക്കുമെന്ന്. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കൊള്ളയടിക്കലായിരുന്നു ഇന്റൻഷൻ. ഞാൻ വീടിലോട്ട് ഫുള്ള് ഫയർ ചെയ്തു, വീട് ഫുള്ള് പൊട്ടിച്ച് ചെതറിക്കലാണ്. അപ്പോ എനിക്ക് എന്ത് ചെയ്യണം, ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറണം, എനിക്ക് റോബറി നടത്താൻ ഇന്റൻഷൻ. അപ്പൊ ഈ ഒരു ആക്ടില് ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് എന്തില്ല, എനിക്ക് അവിടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണമെന്നോ അങ്ങനെയുള്ള ഇന്റൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാനൊരു എമിനന്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. പക്ഷെ ഇത് മൂലം ഇത് കൊണ്ടു കഴിഞ്ഞാൽ അയാൾ മരിക്കുമെന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഒരു ആക്ട് ചെയ്തു, അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് രണ്ടാമത്തെ ആൾ മരിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഓൾസോ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് മർഡർ. ഇറ്റ് വിൽ ഓൾസോ കംസ് അണ്ടർ ദി ടേം മർഡർ. ഈ 4 സാഹചര്യങ്ങളിൽ ഒരാളോട് ആക്ട് ചെയ്യുകയും രണ്ടാമത്തെ ആൾ അതുമൂലം മരണപ്പെടുകയും ചെയ്താൽ ദി ഒഫൻഡർ വിൽ ബി ടേംഡ് ആസ് മർഡറർ ഇൻസ്റ്റെഡ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡ് അല്ല ചാർജ് ചെയ്യപ്പെടുന്നത്, ഇവിടെ ക്ലിയർ കട്ട് മർഡർ ആണ്, മനഃപൂർവ്വമായ നരഹത്യ. ഈ 4 സാഹചര്യങ്ങളിലും കുറച്ച് ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഡെഫിനേഷൻസ് കുറച്ചുകൂടെ മനസ്സിലാകും. എ ഷൂട്ട്സ് സെഡ് വിത്ത് ഇന്റൻഷൻ ഓഫ് കില്ലിംഗ് ഹിം. എ എന്ന് പറഞ്ഞ വ്യക്തി സെഡിനെ ഷൂട്ട് ചെയ്തു, എന്താണ് ഉദ്ദേശം, സെഡ് മരിക്കണം എന്ന് തന്നെയാണ്. ക്ലിയർലി സെഡ് ഡൈസ് ഇൻ കോൺസിക്വൻസസ് എ കമ്മിറ്റഡ് മർഡറായി. A knowing that Z is laboring under such a disease that a blow is likely to cause his death. ഏനറിയാം സെഡിന് എന്തോ അസുഖമുണ്ട്, എന്നിട്ട് അത് അറിഞ്ഞുകൊണ്ട് സ്ട്രൈക്ക് സീൻ വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിങ് ബോഡിലി ഇഞ്ചുറി. അവനിക്ക് കുറച്ച് അസുഖം വന്നോട്ടെ, അല്ലെങ്കിൽ അവന്റെ കാല് പൊട്ടിക്കോട്ടെ, അല്ലെങ്കിൽ അവനിക്ക് ബോഡിലി ഇഞ്ചുറി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെ അവനൊന്ന് ചവിട്ടി. സെഡ് ഡൈസ് ഇൻ കോൺസിക്വൻസ് ഓഫ് ദി ബ്ലോ. ആ ഒരു ചവിട്ട് മൂലം മറ്റേ സെഡ് മരിച്ചു. പക്ഷെ ചവിട്ടിയത് എന്തിനല്ല, മരിക്കാൻ വേണ്ടിയല്ല, ബോഡിലി ഇഞ്ചുറി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അറിയാം ഈ ചവിട്ട് കൊണ്ട് ചിലപ്പോൾ ആൾക്ക് ബോഡിലി ഇഞ്ചുറി വരാം, ചിലപ്പോൾ ആൾ മരിക്കാം എന്നറിയാം. പക്ഷെ ബോഡിലി ഇഞ്ചുറി ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ചെറിയ രീതിക്ക് ഒരു ചവിട്ട് കൊടുത്തു.
കോൺസിക്വന്റ്ലി രണ്ടാമത്തെ ആള് മരിച്ചുപോയി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എ ചെയ്ത ഒഫൻസ് ഗിൽറ്റി ഓഫ് മർഡർ ആണ്. കാരണം എന്തല്ല, ഇത് ഓൾദോ ദി ബ്ലോ മൈറ്റ് നോട്ട് ഹാവ് ബീൻ സഫിഷ്യന്റ് ഇൻ ദി ഓർഡിനറി കോസ് നേച്ചർ ടു കോസ് ദി ഡെത്ത് ഓഫ് എ പേഴ്സൺ ഇസ് എ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. സാധാരണ ഒരാളില് ഈ ഒരു ചവിട്ട് മൂലം മരണം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. സാധാരണ ഒരാളെ ആയിരുന്നു ഈ ചവിട്ടിയതെങ്കിൽ മറ്റാൾ മരിച്ചു പോകില്ലായിരുന്നു. എങ്കിൽ പോലും ഈ ചവിട്ടിന്റെ ഗ്രാവിറ്റി അല്ല നോക്കേണ്ടത്, ഇത് കിട്ടുന്ന ആളെയും കൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഒരു ആക്ട് മർഡർ ആണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ ഇവിടെ എ ചെയ്ത ഒഫൻസിന്റെ പേര് മർഡർ എന്ന് തന്നെയാണ്. എ ചെയ്തത് ചെറിയ രീതിയിലുള്ള ചവിട്ടായിരിക്കാം, വലുതായിരിക്കാം, മീഡിയം ആയിരിക്കാം, ആവറേജ് ആയിരിക്കാം. വിത്തൗട്ട് ലുക്കിംഗ് ദീസ് ഫാക്ട്സ്, ആർക്കാണോ ചവിട്ട് കിട്ടിയത്, ടു ഹൂം ദി ബ്ലോ ഇസ് ഗിവൺ, അയാളെയും കൂടി കൺസിഡർ ചെയ്തിട്ട് സാഹചര്യം കൂടി സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയിട്ട് ഇത് ഏത് ഒഫൻസ് ആണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് എ നോട്ട് നോയിങ് ദാറ്റ് ഇസ് ലേബറിംഗ് അണ്ടർ എനി ഡിസീസ്, ഇനി ഇതേ ഉദാഹരണത്തിൽ തന്നെ എന് അറിയില്ല സെഡിന് ഇങ്ങനെ എന്തോ അസുഖം ഉണ്ടെന്ന്. പക്ഷെ എ എന്ത് ചെയ്തു, അവനിക്കൊരു ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് സെഡിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. പക്ഷെ സെഡിന് ഇത്ര അസുഖം ഉണ്ടെന്നുള്ള കാര്യമൊന്നും എന് അറിയില്ല. ഇൻ ദിസ് ഇൻസ്റ്റൻസ് കോൺസിക്വന്റ്ലി സെഡ് മരിച്ചു പോയാൽ എ ചെയ്ത ഒഫൻസ് മർഡർ ആണോ, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണോ? നിങ്ങൾ പറയും. യെസ്. കാരണം എന്താ, ഇവിടെ ഇന്റൻഷൻ ഇല്ല, ഇവിടെ നോളജും ഇല്ല, രണ്ട് കാര്യങ്ങളും ഇല്ല. ചവിട്ട് കൂട്ടി മറ്റാൾ മരിച്ചു. അങ്ങനെയാണെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആണ്. പക്ഷെ വിത്ത് നോയിങ് ആണെങ്കിൽ മാത്രം ഇറ്റ് വിൽ ബി കംസ് അണ്ടർ ദി ടേം മർഡർ. ഇത്രയും കാര്യങ്ങള് ഡെഫിനിഷൻ, കൾപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിലുള്ള ഡെഫിനിഷൻ ക്ലിയർ ആയെങ്കിൽ ഒന്ന് തംസപ്പെടൂ. അടുത്ത വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ട് പോകാനുണ്ട്. ഇത് ക്ലിയർ ആയെങ്കിൽ മാത്രം അടുത്തതിലോട്ട് പെട്ടെന്ന് പോകാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്? ആർക്കെങ്കിലും സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്ക് ഓപ്പൺ ആക്കി ചോദിക്കാം. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആവില്ല പോലെ. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആവില്ല. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ടേമിന്റെ കൾപ്പബിൾ ഹോമിസൈഡ് ആവട്ടോ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നോട്ട് എമൗണ്ടിന്റെ കാര്യമാണ്. നമുക്ക് ആ ടേം ഉണ്ട്, പഠിക്കാനുണ്ട്, അത് നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആണോ അല്ലെങ്കിൽ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. എല്ലാ മർഡറും കൾപ്പബിൾ ഹോമിസൈഡ് ആണ് കേട്ടോ. പക്ഷെ എല്ലാ കൾപ്പബിൾ ഹോമിസൈഡും മർഡർ അല്ല. അങ്ങനെയാണ്, അത് താഴെ വരുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ്, ഇത് ആസ് എ സ്റ്റുഡന്റും ആസ് എ പ്രാക്ടിക്കൽ ലോയറും വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പോലും ഒരു മർഡർ കേസ് വന്നപ്പോൾ വക്കീല് തപ്പുന്നത് ഈ എക്സെപ്ഷൻസ് ആണ്. അതുകൊണ്ട് ഈ എക്സെപ്ഷൻ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചോ. ആസ് എ ഇന്റേൺ എനിക്ക് ഈ ഇന്റേൺഷിപ്പ് നിന്ന് മനസ്സിലായ ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമുക്ക് ഡിഫൻസുകളും എക്സെപ്ഷൻസുകളും ഓരോ സെക്ഷൻസിൽ പറയുന്നത്, അത് വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ലോയേഴ്സും ഡിഫൻസ് ലോയേഴ്സും ഇതെടുക്കുന്നത്. ഒരാൾ മരിച്ചു, കൊലപാതകം നടത്തി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയിരിക്കും പ്രൊസീഡിങ്സ് നടത്തുക. അപ്പൊ റെസ്പോണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് വേണ്ടി ഹാജരാവുന്ന ഡിഫൻസ് ലോയർ ഉണ്ടാവുമല്ലോ, ഈ ഡിഫൻസ് ലോയർ ഫുള്ള് വെച്ച് കളിക്കുന്നത് ഈ എക്സെപ്ഷൻസും ജനറൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സെപ്ഷൻസും കാര്യങ്ങളും ക്ലിയർലി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിവിടെ ഒരു 5 എക്സെപ്ഷൻസിനെ പറ്റി പഠിക്കും. ഈ 5 എക്സെപ്ഷനിൽ പറയുന്നത് ഈ 5 രീതിയിലാണ് ഒരാള് മർഡർ ചെയ്യുന്നതെങ്കിൽ അത് മർഡർ ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. അതെന്തായി മാറും? കൾപ്പബിൾ ഹോമിസൈഡ് ആയി മാറും. വിച്ച് മീൻസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും ഈ 5 എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഇന്റൻഷൻ ഇല്ല, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് ഇന്റൻഷനലി ആ നമ്മൾ മർഡറിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു. ആ 4 ഡെഫിനിഷന്റെ കീഴിൽ വരുന്ന സിറ്റുവേഷൻസിലെ ഒരു കാര്യം മർഡർ ആവുള്ളൂ. ഒരു സ്ഥലത്ത് ഇന്റൻഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇന്റൻഷന്റെ ഗ്രാവിറ്റി ഇല്ല, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആയി റെഡ്യൂസ് ചെയ്യപ്പെടും. ജനറലി ആ 4 സിറ്റുവേഷൻസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മർഡർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, ടേം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 5 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഈ 5 സിറ്റുവേഷൻസിൽ ഒരു കാര്യം ചെയ്തു അത് മർഡർ ആണെങ്കിൽ പോലും അത് മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് കോടതി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ്
സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറയും. എനിക്ക് പെട്ടെന്ന് ഒരു ന്യൂസ് കിട്ടി. ന്യൂസിൽ പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വിഷ്ണു. വിഷ്ണു എന്ത് ചെയ്ത് എന്റെ പാരന്റ്സിനെ എന്തോ ഇടിച്ചു എന്നൊരു ന്യൂസ് കിട്ടി. ആ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ എന്റെ അപ്പുറത്ത് വിഷ്ണു ഇരിക്കുന്നുണ്ട്. അത് കേട്ട ആ ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒറ്റ ചവിട്ട് ഔട്ട് വിഷ്ണു മരിച്ചുപോയി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഞാൻ ചെയ്തത് എന്താണ്, ജനറലി ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ഞാൻ ചെയ്ത ആക്ട് എന്താണ്, അവന് തലയെ നോക്കിയിട്ട് നല്ല ഇടി തന്നെ കൊടുത്തത്, മർമ്മം നോക്കി തന്നെയാണ് അടിച്ചത്. ജനറലി നമ്മൾ പഠിച്ച ഡെഫിനിഷൻ വെച്ചിട്ട് ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ? ഞാൻ ചോദിക്കുന്നത് റിയൽ അല്ല, ജനറലി നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് എന്താണിത്, മർഡർ ആണ്. കാരണം തലയിൽ നെർവുള്ള സ്ഥലത്ത് തന്നെ അടിച്ചത്. എനിക്കറിയാം തലക്കിട്ട് അടിച്ച ആള് മരിക്കുമെന്ന്, അങ്ങനെ തന്നെ വിചാരിച്ച ഞാൻ കൊടുത്തതാണ്, ആള് മരിച്ച്. അപ്പൊ ഞാൻ ചെയ്തത് മർഡർ ആണ്. പക്ഷേ ഇത് എക്സെപ്ഷൻ നമ്പർ 1 അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ്. എക്സെപ്ഷൻ നമ്പർ 1 പറയുന്നത് ഒരാള് ഡെത്ത് കോസ് ചെയ്യുന്നത്, മർഡർ ചെയ്യുന്നത് അണ്ടർ സഡൻ പ്രൊവോക്കേഷനിലാണെങ്കിൽ ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. അപ്പൊ ഞാനിവിടെ കോടതി പറയും എനിക്ക് സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായി, എന്റെ പാരന്റ്സിനെ തല്ലി എന്ന ന്യൂസ് എനിക്ക് കിട്ടി, ആ ദേഷ്യത്തിലാണ് വിഷ്ണുവിനെ ഇടിച്ചു കൊന്നത്. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, മർഡർ ചാർജ് ചെയ്യാതെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എനിക്ക് തരും. അപ്പോൾ എന്റെ ഗ്രാവിറ്റി കുറയും, ശിക്ഷയുടെ നമ്പർ ഓഫ് ഇയേഴ്സ് കുറയും, ഫൈൻ കുറയും, കാര്യങ്ങളൊക്കെ. ഡെത്ത് പെനാൽറ്റി കിട്ടൂല, പക്ഷെ മർഡർ ആണെങ്കിൽ ഡെത്ത് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഏത് വേണമെങ്കിലും കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല, ശിക്ഷയുടെ നമ്പർ ഓഫ് ഇയേഴ്സ് കുറയും. എക്സെപ്ഷൻ നമ്പർ 1 സേസ് ദാറ്റ്. ഒരു സെക്കൻഡ്, അപ്പൊ ഇന്റൻഷൻ പ്രൂവ് ചെയ്യുന്ന എങ്ങനെ? ഇപ്പൊ ഈ കേസിൽ സാർ ഇപ്പം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് മർമ്മം അറിയാമായിരുന്നു, അപ്പൊ മർമ്മത്തെ തന്നെ അടിച്ചിരുന്നു. ദാറ്റ് മീൻസ് അതിനകത്ത് ഇന്റൻഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതോ ഞാനിവിടെ എന്റെ പ്രൊവോക്കേഷൻ പ്രൂവ് ചെയ്യാനാണോ? അതെ, ആ പ്രൊവോക്കേഷൻ അല്ല, ഇദ്ദേഹത്തിന്റെ ആക്ട് പ്രൂവ് ചെയ്യാൻ. ഇദ്ദേഹത്തിന്റെ ആക്ടിൽ ഇയാൾ മർമ്മം ഇന്ന സ്ഥലത്ത് ആണെന്ന് അറിഞ്ഞിട്ട് ആ മർമ്മത്തെ തന്നെ ഇടിക്കുന്ന, ആ മർമ്മത്തെ ഇടിക്കുവാണെങ്കിൽ മർഡർ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിക്കുവാണെങ്കിൽ ഇന്റൻഷൻ പ്രൂവ് ചെയ്യാൻ അൾട്ടിമേറ്റ്ലി പറ്റില്ലേ? പറ്റുമോ? ഇന്റൻഷൻ അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്താൽ പോലും അത് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ്, ഗോട്ട് ഇറ്റ്. അതെ, ഓക്കെ. ഇന്റൻഷനലി ആണെങ്കിലും, ഇന്റൻഷനലി ഇല്ലെങ്കിൽ എന്തായാലും അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയി റെഡ്യൂസ് ആവും. ഇവിടെ ഇന്റൻഷനലി ആണെങ്കിൽ തന്നെയും മർഡർ ആണെങ്കിലും, മർഡർ ആണ് എഴുതി വെച്ചത്, മർഡർ ആണ്, ആർക്കും ഒരു സംശയമില്ല, എങ്കിൽ പോലും അത് റെഡ്യൂസ് ആകും എന്ന് പറയുന്ന 5 സിറ്റുവേഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് നോട്ട് മർഡർ ഇഫ് ദി ഒഫൻഡർ വൈലസ്റ്റ് deprived of the power of self control by grave and sudden provocation. സ്വമേധയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുന്ന മലയാളത്തിൽ അതിനെ, ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. സഡൻ ഒരു പെടുന്നനെയുള്ള ഒരു വാർത്ത കേട്ടപ്പോ അതിന്റെ സിവിയറിറ്റി ആലോചിച്ചിട്ട് അതിന്റെ ഒരു ഗാംഭീര്യത മൂലം, അല്ലെങ്കിൽ അതിന്റെ ഒരു അഗ്രവേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മനസ്സിലെ ആ ഒരു തിളപ്പ് മൂലം ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ഒരാൾ എന്ത് ചെയ്തു, ഒരു മർഡർ കമ്മിറ്റ് ചെയ്താൽ കോസസ് ദി ഡെത്ത് ഓഫ് ദി പേഴ്സൺ ഹു ഗേവ് ദി പ്രൊവോക്കേഷൻ. ഇതും പറഞ്ഞു ആരെങ്കിലൊക്കെ പോയി അടിക്കലല്ല കേട്ടോ, പ്രൊവോക്കേഷന് ഇരയായിട്ടുള്ള ആളെ നമ്മൾ അടിച്ചു. അല്ലെങ്കിൽ കോസസ് ദി ഡെത്ത് ഓഫ് എനി അതർ പേഴ്സൺ ബൈ മിസ്റ്റേക്ക് ഓർ ആക്സിഡന്റ്, അല്ലെങ്കിൽ പിന്നെ ബൈ മിസ്റ്റേക്ക് നമ്മൾ അടിച്ചുപോയി, അതും കുഴപ്പമില്ല. അപ്പോ ഇത്തരത്തില് പ്രൊവോക്കേഷൻ തന്ന പ്രൊവോക്ഡ് ആയിട്ടുള്ള ആൾ ആരാണോ നമ്മളെ പ്രൊവോക്ഡ് ആക്കിയേക്കുന്നത് അയാളെ നമ്മളിങ്ങനെ ഇടിച്ചു, അണ്ടർ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അത് ചെയ്തത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അത് മർഡർ ആണെങ്കിൽ പോലും കോടതി അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് തരും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൊവൈഡഡ് ദാറ്റ് ദി പ്രൊവോക്കേഷൻ ഇസ് നോട്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാം. ഈ താഴെ പറയുന്ന എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് എന്നൊക്കെയാണ് കൂടുതൽ പ്രോബ്ലം ചോദിക്കാറ്. നിങ്ങളിപ്പോ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജുറിയ പഠിച്ചിട്ട് പോയി, ഒരാള് സ്വന്തമായി ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് ഒരാള് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജുറിയാണ്, ഡിഫൻഡന്റിന് ലയബിലിറ്റി കിട്ടൂല. സ്വമേധയാ അയാൾ കൺസെന്റ് അന്ന് വാങ്ങിയെടുത്ത ലയബിലിറ്റി ആണല്ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ആയിരിക്കില്ല വന്നത്, പ്രോബ്ലം എക്സെപ്ഷൻസ് എന്നായിരിക്കും വന്നത്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, വോളണ്ടറി നോട്ട് ഫിറ്റ് ഇൻജുറി അപ്ലൈ ചെയ്യാത്ത സ്ഥലങ്ങൾ. അപ്പൊ അതേപോലെ മർഡറിന്റെ കേസസ് ഒക്കെ കോടതി നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ എക്സെപ്ഷൻസ് കറക്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് മർഡർ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് ഡയറക്ട്ലി ആയിരിക്കില്ല ചോദിക്കുന്നത്, ഈ പറയപ്പെട്ടിട്ടുള്ള എക്സെപ്ഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ എക്സെപ്ഷൻസിന്റെ അണ്ടറിൽ കംസ് പെടാത്തത്, എക്സെപ്ഷനിലും പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ താഴെ പറയും, അതൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. പ്രൊവോക്കേഷനോട് കൂടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, മറ്റാൾ മരിക്കുന്നത് എങ്കിൽ അത് മർഡർ അല്ല, കൾപ്പബിൾ ഹോമിസൈഡ് ആവും എന്ന് പറഞ്ഞു. പക്ഷേ താഴെ പറയുന്ന പ്രൊവോക്കേഷൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ
ആണ്, ആ ഒരു പ്രൊവോക്കേഷന്റെ പുറത്താണ് നമ്മൾ മർഡർ ചെയ്തെങ്കിൽ പോലും അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ആവൂല, അത് മർഡർ തന്നെ ആകും. അത് ഏതൊക്കെ പ്രൊവോക്കേഷൻ ആണെന്നാണ് താഴെ നോക്കാൻ പോകുന്നത്. 3 സിറ്റുവേഷൻ: സോട്ട് ഓർ വോളണ്ടറിലി പ്രൊവോക്ഡ് ബൈ ദി ഒഫൻഡർ ആസ് ആൻ എക്സ്ക്യൂസ് ഫോർ കില്ലിംഗ് ഓർ ഡൂയിങ് ഹാം ടു എനി പേഴ്സൺ. ഒരാൾ സ്വമേധയാൽ പ്രൊവോക്ഡ് ആയതാണ്. ഞാൻ വെറുതെ ഞാനിങ്ങനെ ആലോചിച്ചു, വെറുതെ ഒരു എക്സാമ്പിൾ പറയണേണ്ടാ. ഞാനിങ്ങനെ ആലോചിക്കണാണ്, എനിക്ക് ഞാൻ പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി, അപ്പൊ ആ പെൺകുട്ടിയുടെ പുറകിൽ ഒരാൾ നടക്കുന്നുണ്ട്. സോ അവൻ ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ സ്വമേധയാൽ ആലോചിക്കണാണ്. ആരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയൊന്നുമല്ല, അങ്ങനെ നടക്കുന്നുണ്ടാവില്ല. ഈ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ചെയ്ത് സ്വമേധയാൽ ഞാൻ വോളണ്ടറിലി പ്രൊവോക്ഡ് ആയി. അവൻ ഇനി അനുവദിച്ചു കൊടുത്താൽ പറ്റൂല, ഞാൻ നേരെ കത്തിയെടുത്ത് പോയി അവനെ കുത്തിക്കൊന്നാൽ കോടതിയുടെ മുമ്പിൽ ഞാൻ പ്രൊവോക്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യൂല. ഇവിടത്തെ പ്രൊവോക്ഡ് ആൾക്ക് മർഡർ തന്നെ കിട്ടും. ഇവിടെ പ്രൊവോക്കേഷൻ അപ്ലിക്കബിൾ അല്ല, ആ പ്രൊവോക്കേഷന്റെ ഡിഫൻസ് ഇവിടെ കിട്ടൂല. ഒന്നാമത്തതാണത്, വോളണ്ടറിലി ഒരാൾ പ്രൊവോക്ഡ് ആയാൽ അവിടെ ഈ ഡിഫൻസ് കിട്ടൂല, എക്സെപ്ഷൻ അപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തത്, ഗിവൺ ബൈ എനിത്തിങ് ഡൺ ഇൻ ഒബീഡിയൻസ് ടു ദി ലോ. പ്രൊവോക്ഡ് ആയത് ലോ നടപ്പിലാക്കുന്ന സമയത്ത് ലോ നടപ്പിലാക്കുന്ന ഓഫീസറിന്റെ നേരെയാണ്. എന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു, ലിബിൻ ചേട്ടൻ IPS ഉദ്യോഗസ്ഥനാണ്. എന്റെ ഫാദറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് കയറി വന്നു. ഞാൻ നോക്കുമ്പോൾ നാട്ടുകാരൊക്കെ ചുറ്റിനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു അഭിമാനച്ഛേദം സംഭവിച്ചോടെ. അപ്പോ ഞാൻ പ്രൊവോക്ഡ് ആയി. എന്റെ വീട്ടിലോട്ട് ഇങ്ങനെ അനുവാദം ഇല്ലാതെ കയറി വന്നില്ല അറസ്റ്റ് ചെയ്യാൻ. എനിക്ക് പ്രൊവോക്കേഷൻ സംഭവിച്ചു. ഞാൻ ചേട്ടനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ പ്രൊവോക്ഡ് ആയി. ചേട്ടൻ എന്റെ വീട്ടിലോട്ട് കയറി വന്ന ആളുകൾ കണ്ടു, എനിക്ക് അഭിമാനശതം സംഭവിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല. ഗിവൺ ബൈ എനിത്തിങ് ഡൺ ഇൻ ഒബീഡിയൻസ് ടു ദി ലോ. നിയമം നടപ്പിലാക്കാൻ വേണ്ടി നിയമം അനുസരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നിയമപാലകർ നിയമം അനുസരിക്കുന്നതിന്റെ ഇടയിൽ അതുമായി ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു, അതിലൂടെയാണ് ഒരാൾക്ക് പ്രൊവോക്കേഷൻ കിട്ടിയതെങ്കിൽ ആ പ്രൊവോക്കേഷൻ ഇവിടെ വാലിഡ് അല്ല, ആ പ്രൊവോക്കേഷൻ ഇവിടെ എക്സെപ്ഷൻ കിട്ടൂല. തേർഡ് വൺ ഇസ് ദാറ്റ് given by anything done in lawful exercise of the right of private defense. പ്രൈവറ്റ് ഡിഫൻസ് എന്ത് ചെയ്തു, യൂസ് ചെയ്യുന്ന സമയത്ത്, ലോഫുള്ളി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സീഡ് ആയിപ്പോയി. ആ ഒരു സാഹചര്യം. ഇപ്പൊ അഖിൽ ബ്രദർ ഒരു ചൂരിലായിട്ട് എന്ത് ചെയ്തു, എന്നെ തല്ലാൻ വേണ്ടി വന്നു. അപ്പൊ എനിക്ക് പ്രൈവറ്റ് ഡിഫൻസിൽ നമ്മൾ പഠിക്കും. അത് പ്രൈവറ്റ് ഡിഫൻസ് യൂസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടൺ ഉണ്ടാകണം. ഇപ്പൊ എന്നെ അടിക്കാൻ വരുന്നു എന്നുള്ള ഒരു ത്രെട്ടൺ അവിടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല, എന്നെ അടിക്കാൻ വരുന്ന ഒരു അളവ് എത്രയാണോ അത്ര അളവിൽ മാത്രമേ തിരിച്ചെനിക്ക് ഡിഫൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ വടി കൊണ്ട് അടിക്കാൻ വന്ന ഐ ക്യാൻ യൂസ് ദി വടി ഓർ എനി അതർ സബ്സ്റ്റൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു വടി. അല്ലാതെ അടിക്കാൻ വന്ന ആളെ തോക്ക് വെച്ച് വെടിവെക്കാൻ പാടില്ല. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് തോക്ക് വെച്ച് വെടിവെച്ചെന്ന് വിചാരിക്കാം. ഒരു ഇൻസ്റ്റൻസിൽ എന്നെ എന്ത് ചെയ്തു, ഒരാൾ ഇടിക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഒരാൾ മോഷ്ടിക്കാൻ വേണ്ടി കള്ളനൊക്കെ കയറി കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പാടില്ല, കള്ളനെ പിടിച്ച് 2 ചവിട്ട് കൊടുത്താൽ പോലും കുഴപ്പമില്ല, പക്ഷെ കൊല്ലാനൊന്നും പാടില്ല. എനിക്ക് എന്ത് ചെയ്തു, പേടി വന്ന് ഞാൻ പെട്ടെന്ന് അയാളെ കൊന്നുകളഞ്ഞു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് ഡിഫൻസ് എന്ത് ചെയ്തതാണ്, എക്സീഡ് ചെയ്തതാണ്. പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തു പോയി, അത് ഡയറക്ട്ലി പ്രൈവറ്റ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ ഒരു ശിക്ഷയും കിട്ടൂല. എന്റെ വീട്ടിലൊരാള് എന്ത് ചെയ്തു, രാത്രി വീട് കത്തിക്കാൻ വന്നു. then I can use the private defense which can be extended to causing the death of that another party. വീട് കത്തിക്കാൻ വന്ന ആളെ ഞാൻ തിരിച്ച് കൊന്നു കഴിഞ്ഞാലും നിയമം എന്നെ ഒന്നും ചോദിക്കൂല. അപ്പൊ അവിടെ ഈ ചർച്ച പോലും വരുന്നില്ല. ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതും കടന്ന് ഒരാൾ എന്തെങ്കിലും പവർ എക്സീഡ് ചെയ്തത് മൂലം രണ്ടാമത്തെ ആള് മരിച്ചു. അങ്ങനത്തെ ഇൻസ്റ്റൻസിൽ വരുമ്പോ അത് മർഡർ ആണ് ചെയ്തതെങ്കിൽ പോലും എന്താണ് ഇവിടെ ഈ എക്സെപ്ഷന്റെ അണ്ടറിൽ വരും എന്ന കാര്യമാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ ഓക്കെ, അപ്പോ പ്രൊവോക്ഡ് ആയിരുന്ന ഒരാൾ ഒരു ആക്ട് ചെയ്തു, രണ്ടാമത്തെ ആൾ മരിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് പ്രൊവോക്കേഷൻ തന്ന ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവോക്ഡ് ആയിരുന്നു എന്ന ഡിഫൻസ് യൂസ് ചെയ്യാം. അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. രണ്ടാമത്തെ എക്സെപ്ഷൻ ആണ്, കൾപ്പബിൾ ഹോമിസൈഡ് ഇസ് നോട്ട് മർഡർ ഇഫ് ദി ഒഫൻഡർ ഇൻ ദി എക്സസൈസ് ഗുഡ് ഫെയ്ത്ത് ഓഫ് ദി റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായോ? ഇവിടെ തേർഡ് വൺ നിങ്ങൾക്ക് മനസ്സിലായോ? തേർഡ് വൺ ഞാൻ പറഞ്ഞപ്പോ വേറൊരു എക്സെപ്ഷനിലോട്ട് മാറിപ്പോയി എനിക്ക്. തേർഡ് വൺ നിങ്ങൾക്ക് മനസ്സിലായോ? ഗിവൺ ബൈ എനിത്തിങ്.
ഈ പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേർഡറിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട് അത്. അത് മേർഡറിന്റെ എക്സെപ്ഷൻ ആണ്. അതാണ് ഞാനിത് പറഞ്ഞ അടുത്തയിലോട്ട് എത്തിയപ്പോഴാണ് അത് താഴെ വരുന്നുണ്ട്. യെസ്, ഈ ഇവിടെ മൂന്നാമത്തത് നമ്മളിവിടെ പ്രൊവോക്കേഷൻ ആവൂല, പ്രൊവോക്കേഷനെ കൺസിഡർ ചെയ്യൂല എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ആണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോ മൂന്നാമത്തെ പറഞ്ഞപ്പോ ഞാൻ അടുത്ത എക്സെപ്ഷൻ ആയി പോയി പറഞ്ഞത് അതല്ല. ഇവിടെ മൂന്നാമത്തേൽ പറയുന്നത് ഗിവൺ ബൈ എനിത്തിങ് ഡൺ ഇൻ ദി ലോഫുൾ എക്സസൈസ് ഓഫ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഇവിടെ അർത്ഥമാക്കുന്നത് ഒരാള് പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തു, അത് ചെയ്യുന്നതിന് അതിനെ പ്രൊവോക്കേഷൻ ആയി കൺസിഡർ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഞാൻ അഖിൽ ബ്രദറിന്റെ വീട്ടിലോട്ട് കടന്നു കയറി വന്നു. അപ്പൊ അഖിൽ ബ്രദർ എന്ത് ചെയ്തു, എന്നെ ഒരു വടി വെച്ച് അടിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എന്നെ വടി വെച്ച് അടിച്ചാൻ ആൾക്ക് ധൈര്യം വന്നോ, അപ്പൊ ഞാൻ പ്രൊവോക്ഡ് ആയല്ലോ. അപ്പൊ ആ പ്രൊവോക്കേഷന്റെ പേരിൽ ഞാൻ അഖിൽ ബ്രദറിനെ കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ കോടതി പറയുന്നതാണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോ എന്നെ വടി വെച്ച് അടിച്ചു, അപ്പോഴാണ് ഞാൻ കൊന്നത് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ എന്ത് ചെയ്യാ, എനിക്കിവിടെ പ്രൊവോക്കേഷൻ ഡിഫൻസ് കിട്ടൂല. കാരണം എന്നെ വടി വെച്ച് അടിച്ചത് ആളെന്താണ്, പ്രൈവറ്റ് ഡിഫൻസ് റൈറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒരാള് പ്രൈവറ്റ് ഡിഫൻസ് ആയിട്ടുള്ള റൈറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്സസൈസിന്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് നമുക്ക് പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ ആ പ്രൊവോക്കേഷനെയും നമുക്ക് ഇവിടെ ഒരു എക്സെപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ ആയി പോയതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് താഴെ വരുന്നുണ്ട്, മറ്റൊരു എക്സെപ്ഷൻ ആണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഒരു എക്സെപ്ഷനിലോട്ട് കയറിപ്പോയി, അതെന്റെ മിസ്റ്റേക്ക് ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ് അടുത്ത എക്സെപ്ഷൻ തുറന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഡൈവേർട്ട് ആയിരുന്നു. ഇതിപ്പോ മനസ്സിലായോ? രണ്ടാമത് ക്ലിയർ ആക്കി പറഞ്ഞപ്പോ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ്, ഇവിടെ പ്രൊവോക്കേഷന്റെ കാര്യം ആദ്യം പറഞ്ഞു, എന്നിട്ട് ഏതൊക്കെ പ്രൊവോക്കേഷനെ നമുക്ക് എക്സെപ്ഷന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റൂല എന്ന് 3 പ്രൊവോക്കേഷൻ പറഞ്ഞു. മൂന്നാമത്തതാണ് പ്രൈവറ്റ് ഡിഫൻസ്. ഒരാൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ഫോഴ്സ് യൂസ് ചെയ്തു, അതുമൂലം നമുക്ക് പ്രൊവോക്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അയാളെ കൊല്ലാൻ പറ്റൂല. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ആ പ്രൊവോക്കേഷൻ നമുക്കൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റൂല, ഇതിനെ കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഈ 3 പ്രൊവോക്കേഷൻ ഇസ് നോട്ട് എ വാലിഡ് പ്രൊവോക്കേഷൻ അണ്ടർ ദിസ് എക്സെപ്ഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. Second one is culpable homicide is not murder if the offender is the exercising good faith of the right of private defense of a person and property exceeds the power given to him by law. ഇതാണ് ഞാനിപ്പോ തൊട്ട് മേളിൽ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ഒരാള് പ്രൈവറ്റ് ഡിഫൻസ് യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഇത്ര യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അത് വിട്ടിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം അയാളെ ഒന്നും ചെയ്യൂല, വെറുതെ വിടും. എന്നെ ഒരാൾ കൊല്ലാൻ വന്നു, ഞാൻ അയാളെ തിരിച്ചു കൊന്നു, ഇവിടെ ഒരു ശിക്ഷ എനിക്കില്ല. പക്ഷേ എനിക്കുള്ള ഡിഫൻസിനേക്കാൾ ഞാൻ ഒരു എക്സീഡ് ചെയ്തു, അങ്ങനെ മറ്റൊരാൾ മരിച്ചു. എക്സീഡ്സ് ദി പവർ ഗിവൺ ടു ഹിം ബൈ ലോ ആൻഡ് കോസസ് ദി ഡെത്ത് ഓഫ് ദി പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം ഹി ഈസ് എക്സസൈസിങ് സച്ച് റൈറ്റ്. ആർക്കെതിരെയാണോ ആ റൈറ്റ് യൂസ് ചെയ്തത് അയാൾ മരിച്ചു. റൈറ്റ് യൂസ് ചെയ്ത ആള് തനിക്കുള്ള അധികാരം എക്സീഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. എന്റെ വീട്ടിലൊരാള് എന്ത് ചെയ്തു, എന്നെ അടിക്കാൻ വേണ്ടി ചൂരലും കൊണ്ട് വന്നു. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ തോക്കെടുത്ത് വെടിവെച്ചു. എനിക്ക് ശരിക്കും വെടിവെക്കാനുള്ള റൈറ്റ് ഇല്ല, പക്ഷെ ഞാൻ എന്റെ റൈറ്റ് എക്സീഡ് ചെയ്ത് ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതുമൂലം മറ്റാൾ മരിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഞാൻ ചെയ്തത് മർഡർ ആണ് എങ്കിൽ പോലും പ്രൈവറ്റ് ഡിഫൻസ് എന്തായാലും കിട്ടൂല, ഇവിടെ എക്സീഡ് ആയല്ലോ. മർഡർ ആണ് എങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് അതിനെ കൾപ്പബിൾ ഹോമിസൈഡ് ആയി റെഡ്യൂസ് ചെയ്യപ്പെടും. ഇത് പറഞ്ഞതാണ്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നോക്കിയിടൂ. Okay. Third one, culpable homicide is not murder if the offender, being a public servant or aiding a public servant, acting for the advancement of public justice, exceeds the power given to him by law. പോലീസുകാർക്ക് തോക്കുണ്ട്, അതും പറഞ്ഞ ആരെയും വെടിവെക്കാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല. ഒരു പബ്ലിക് മോബിൽ വന്നിട്ട് ഒരു പോലീസുകാരൻ ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തുള്ള ഒരുത്തനെ പിടിച്ച് വെടിവെച്ചു. കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പോലീസുകാരന് പറ്റിയില്ല, അയാൾ എന്നെ എന്തെങ്കിലും ലോഫുൾ അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോഴാണ് ഞാൻ കൊന്നത് എന്ന് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ശിക്ഷയില്ല. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരു ലോഫുൾ അതോറിറ്റി ഉള്ള ഒരാൾക്ക് അയാൾക്ക് കുറച്ച് റൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്യാവുന്നതിന്റെ അപ്പുറത്തോട്ട് ഒരാൾ എക്സീഡ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതിയെ എന്തെയാ ചെയ്യേണ്ടത്, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം, ജയിലിലടക്കണം, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ദേഷ്യം പിടിച്ച് എന്ത് ചെയ്തു, പെട്ടെന്ന് പ്രൊവോക്ഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഉള്ള എല്ലാ ആക്ട് കണ്ടിട്ട് ചിലപ്പോ അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുറ്റവാളി എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒരു വടി വെച്ചിട്ട് എല്ലാവരും അടിക്കാൻ തുടങ്ങി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് പോലീസുകാരൻ ചെയ്യേണ്ടത് അയാളെ കെട്ടിയിട്ട് കൊണ്ടുപോകലാണ്, അല്ലാതെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല. ലോഫുൾ അതോറിറ്റി എന്താണോ അത് എക്സീഡ് ചെയ്തിട്ട് ഒരു പബ്ലിക് സർവന്റ് ആക്ട് ചെയ്തു, അതുമൂലം മറ്റാൾ മരിച്ചു. അപ്പൊ പബ്ലിക് സർവന്റ് അവര് ആക്ട് ചെയ്തു, ആക്ടിൽ ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് അത് എക്സീഡ് ആയി സെക്കൻഡ് പേഴ്സൺ മരിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഓൾസോ ഈ പബ്ലിക് സർവന്റ് ആയിട്ടുള്ള ആൾക്ക് ഈ എക്സെപ്ഷൻ കിട്ടും, എക്സെപ്ഷൻ നമ്പർ 3 കിട്ടും. അതായത് എന്താണ്, ചെയ്തത് മർഡർ ആണെങ്കിൽ പോലും കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും.
ഓക്കെ, പബ്ലിക് സർവൻസ് അവരുടെ അതോറിറ്റി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും മർഡർ എന്ന് പറയാൻ പറ്റൂല, കൾപ്പബിൾ ഹോമിസൈഡിനെ അതിനെ ടേം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. Fourth exception says that culpable homicide is not murder if it is committed without premeditation in a sudden fight. അതെ, രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടായിക്കൊള്ളി. ഞാനും വിഷ്ണുവും ഭയങ്കര അടിയാണ് റോട്ടിൽ കടന്ന്. ആര് തുടങ്ങി ആര് അവസാനിപ്പിച്ചു അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് തമ്മിൽ ഞാൻ വിഷ്ണുവിനെ ഇടിക്കുന്നു, വിഷ്ണു എന്നെ ചവിട്ടുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്തു, ഒരു കുപ്പി എടുത്തിട്ട് അടിച്ച് തല ഞാൻ പൊട്ടിച്ചു വിഷ്ണുവിന്റെ. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്ക് ഡിഫൻസ് കിട്ടും, എനിക്ക് ഈ ഒരു എക്സെപ്ഷൻ കിട്ടും. അതായത് ഞാൻ ചെയ്ത് മർഡർ ആണെങ്കിൽ പോലും എനിക്കത് റെഡ്യൂസ് ആയി കൾപ്പബിൾ ഹോമിസൈഡ് ആക്കാൻ പറ്റും. കാരണം സഡൻ ഫൈറ്റിൽ ഓരോരുത്തരും അവരവരുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ സംഭവം മർഡർ ആണെങ്കിൽ പോലും അത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ സഡൻ ഫൈറ്റിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതും റെഡ്യൂസ് ആക്കപ്പെടും. ആൻഡ് ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിഫ്ത് എക്സെപ്ഷൻ ഇസ് ദാറ്റ് culpable homicide is not murder when the person whose death is caused being above the age of 18 years suffers death or takes the risk of death with his own consent. ഞാൻ പറഞ്ഞു, സുബ്രഹ്മണ്യ ചേട്ടാ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒരു പ്രശ്നമില്ല, ഒറ്റ അടിയിൽ എന്നെ കൊല്ലാൻ പറ്റുവാണെങ്കിൽ കൊന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. സുബ്രഹ്മണ്യ ചേട്ടൻ എന്നെ അടിച്ചു, ഞാൻ മരിച്ചു. In this instance, Subramanian Chetan has committed the offense of culpable homicide, which is not amounting to murder. മർഡർ ആണെങ്കിൽ പോലും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, 18 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം കൺസെന്റ് തരേണ്ടത്. അപ്പൊ എന്താ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കൺസെന്റ് എന്ന് അവരെ കൊന്നാൽ എന്താ പ്രശ്നം? അവരെ കൊന്ന എന്തായിരിക്കും? അവര് മൈനറാണ്, അവരുടെ കൺസെന്റ് വാലിഡ് അല്ല. അപ്പൊ കൺസെന്റ് വാലിഡ് ആവുന്നത് 18 വയസ്സ് മുതലുള്ള ആളുകളുടെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ റേപ്പ് പഠിക്കും. അടുത്ത ചാപ്റ്ററിൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റേപ്പ് പഠിക്കും. റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന ഒരു സാധനത്തിന് റേപ്പ് എന്ന് പറയുന്നത്. 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ സമ്മതത്തോടു കൂടി അവരുമായിട്ട് സെക്ഷ്വൽ ഇന്റർകോഴ്സ് ചെയ്താൽ പോലും, ഉഭയസമ്മതത്തോടു കൂടി 16-17 വയസ്സുള്ള ഒരു കുട്ടിയെ സെക്ഷ്വലി ഇന്റർകോഴ്സ് ചെയ്തു, ഫോഴ്സ്ഫുള്ളി ഒന്നല്ല. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 17 വയസ്സുള്ളൂ. ആ കുട്ടി പറഞ്ഞു എന്നെ സെക്ഷ്വലി ഇന്റർകോഴ്സ് ചെയ്തോന്ന്. അങ്ങനെ ചെയ്തു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് പോലീസിന് മുമ്പിൽ പരാതി വന്നു കഴിഞ്ഞാൽ ചെയ്ത ആള് ചെയ്ത ഒഫൻസ് റേപ്പാണ്. ഇവിടെ ഫോഴ്സ് ഇല്ല, എഗെയിൻസ്റ്റ് വില്ലല്ല, ഫോഴ്സ്ഫുള്ളി അല്ല, വിത്തൗട്ട് കൺസെന്റ് അല്ല, എങ്കിൽ പോലും അത് റേപ്പാണ്. കാരണം എന്താ? ദാറ്റ് കൺസെന്റ് ഇസ് നോട്ട് എ വാലിഡ് കൺസെന്റ്. 18 വയസ്സാവാതെ കൺസെന്റിന് വാലിഡിറ്റി ഇല്ല ഇന്ത്യൻ നിയമപ്രകാരം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 11 പറയുന്നുണ്ട് കൺസെന്റ് വാലിഡ് ആവണമെങ്കിൽ എത്ര ഏജ് എത്തണം എന്നുള്ളത്. മെജോറിറ്റി ആക്ടിൽ പറയുന്നുണ്ട്. അപ്പൊ 18 വയസ്സിൽ താഴെ അല്ലാത്ത ഒരാള്, അതായത് മുകളിലുള്ള ഒരാള് സ്വന്തം മരിച്ചോളാം എന്ന് പറയുകയും കൺസെന്റ് കൊടുക്കുകയും അതുമൂലം മറ്റൊരാളെ അയാളെ അടിക്കുകയും അതിലൂടെ സെക്കൻഡ് പേഴ്സൺ മരിക്കുകയും ചെയ്താൽ ദാറ്റ് ഇസ് നോട്ട് എ മർഡർ, ബട്ട് ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ആസ് കൾപ്പബിൾ ഹോമിസൈഡ് വിച്ച് ഇസ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത്രയും വലിച്ചു നീട്ടി ഇലാബറേറ്റ് ചെയ്ത് എഴുതണം, എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്, എന്താണ് മർഡർ, എന്താണ് മർഡറിന്റെ 5 എക്സെപ്ഷൻസ്, പ്രൊവോക്കേഷന്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ കുറെ ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. നമുക്ക് 1, 2, 3, 4, 5 ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ ആരും സ്ക്രീനിലോട്ട് നോക്കല്ലേ. സത്യസന്ധമായിട്ട് എനിക്കിപ്പോ സ്ക്രീൻ ക്ലോസ് ചെയ്യാൻ വയ്യ, അപ്പൊ അടുത്ത ചാപ്റ്ററിലോട്ട് പോകേണ്ടതാണ്. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ആ ഒരു ഇന്റൻഷനോടുകൂടി നിങ്ങൾ എല്ലാവരും സത്യസന്ധത വെച്ച് പുലർത്തും. നിങ്ങൾ ആരും സ്ക്രീനിലോട്ട് നോക്കല്ലേ. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, നിങ്ങൾ എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞു തരണം. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ചോദിക്കാൻ പോണേണ്. എ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് പാഷൻ എക്സൈറ്റഡ് ബൈ എ പ്രൊവോക്കേഷൻ ഗിവൺ ബൈ സെഡ് ഇന്റൻഷനലി കിൽസ് വൈ സെഡ്സ് ചൈൽഡ്. അതായത് സെഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്തു, എക്ക് ഒരുപാട് പ്രൊവോക്കേഷൻ കൊടുത്തു. അതായത് ഇതാക്ക് കുറെ പ്രൊവോക്കേഷൻ കൊടുത്ത് അവസാനം ഞാൻ പറഞ്ഞുതരാം. എ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് പാഷൻ എക്സൈറ്റഡ് ബൈ എ പ്രൊവോക്കേഷൻ ഗിവൺ ബൈ സെഡ് ഇന്റൻഷനലി കിൽ വൈ സെഡ് ചൈൽഡ്. അതായത് അഖിൽ ബ്രദർ എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളിക്കാരൻ ആരെയാണ്, നമ്മുടെ മിത്രയെ ഒരുപാട് പ്രൊവോക്ഡ് ആക്കുന്നതാണ്. അതായത് മിത്രയെ അതും ഇതും പറഞ്ഞ് ദേഷ്യപ്പെടുത്തി. അവസാനം മിത്ര ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്തു, അഖിൽ ബ്രദറിന്റെ അനിയനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അഖിൽ ബ്രദറിന്റെ മകനെ ആ ദേഷ്യം കൊണ്ട് പോയി കൊന്നു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ശരിക്കും അഖിൽ ബ്രദർ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആക്കി, ഭയങ്കരമായിട്ട് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് കളിയാക്കി, ഒരുപാട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കൊന്നു നോക്കാം അത് ഇതെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ മിത്ര എന്താ ചെയ്തത്, ദേഷ്യം വന്നപ്പോ നേരെ ചെന്ന് അഖിൽ ബ്രദറിന്റെ സഹോദരനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് മിത്ര ചെയ്ത ഒഫൻസ് എന്താണ്, പ്രൊവോക്കേഷൻ അണ്ടറിലാണ്. മർഡർ ആണോ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ? മർഡർ ആണ്. എന്തുകൊണ്ടാണ്?
ബിക്കോസ് ഇസഡിന്റെ കുട്ടീനെ അല്ലേ കൊന്നത്, അല്ലാതെ ഇസഡിനെ അല്ലല്ലോ. അപ്പൊ Yes. അതെ, അതെന്താ മർഡർ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്ക്രീനിലോട്ട് ആരും നോക്കരുത്. വൈ ഗിവ്സ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ടു എ. വൈ എന്ന വ്യക്തി എ എന്ന വ്യക്തിക്ക് ഭയങ്കര പ്രൊവോക്കേഷൻ കൊടുക്കാനാണ്. എ ഓൺ ദിസ് പ്രൊവോക്കേഷൻ ഫയർസ് എ പിസ്റ്റൽ അറ്റ് വൈ. എന്ത് ചെയ്തു? ഇത് കേട്ടപ്പോ തന്നെ എ എന്ത് ചെയ്തു? വൈക്ക് നേരെ പിസ്റ്റൽ എടുത്ത് വെടിവെച്ചു. നെയ്തർ ഇന്റൻഡിങ് നോർ നോയിങ് ഹിംസെൽഫ് ടു ബി ലൈക്ലി ടു കിൽ സെഡ് ഹു ഈസ് നിയർ ഹിം ബട്ട് ഔട്ട് ഓഫ് സൈറ്റ്. എ കിൽ സെഡ് ഹിയർ. അതായത് വൈ എന്ന വ്യക്തി എ എന്ന വ്യക്തിയെ ഒരുപാട് പ്രൊവോക്ക് ആക്കി. അപ്പൊ എ എന്ന വ്യക്തി എന്ത് ചെയ്തു? ദേഷ്യം വന്നപ്പോ തോക്കെടുത്ത് വൈന് നേരെ വെടിവെച്ചു. പക്ഷെ വൈ മാറിക്കളഞ്ഞു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് വൈ ആ ഒരു ബുള്ളറ്റ് വൈയുടെ തൊട്ടപ്പുറത്തുള്ള ആർക്കാണ് ചെന്ന് പതിച്ചത്? വൈയുടെ അപ്പുറത്തുള്ള ഒരു എം എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ചെന്ന് പതിച്ചത്. അപ്പൊ ഇൻ ദിസ് ഇൻസ്റ്റൻസ് എ ചെയ്ത ഒഫൻസിന്റെ പേരെന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ? അതെ, കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഇവിടെ എന്തെല്ലാം മർഡർ അല്ല കമ്മിറ്റ് ചെയ്തത്. കാരണം ഇവിടെ സഡൻ പ്രൊവോക്കേഷനിലാണ് മാറിപ്പോയതാണ്, അബദ്ധവച്ചാൽ മാറിപ്പോയതാണ്. അതും സഡൻ പ്രൊവോക്കേഷനിലാണ്. പക്ഷെ മനഃപൂർവ്വം സഡൻ പ്രൊവോക്കേഷനിൽ വേറൊരു വ്യക്തിയാണ് കൊന്നതെങ്കിൽ അത് മർഡർ തന്നെയാണ്. പക്ഷെ ഇവിടെ അറിയാതെ മാറിപ്പോയതാണ്, അവിടെയും കുഴപ്പമില്ല. അടുത്തതാണ് എ ഇസ് ലോഫുള്ളി അറസ്റ്റഡ് ബൈ സെഡ് ബെയിലിഫ്. എ ഇസ് എക്സൈറ്റഡ് ടു സഡൻ ആൻഡ് വയലന്റ് പാഷൻ ബൈ ദി അറസ്റ്റ്. എ എന്ന വ്യക്തിയെ സെഡ് എന്ന് പറഞ്ഞ വ്യക്തി അറസ്റ്റ് ചെയ്യാൻ വന്നു. എ എന്ന വ്യക്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് സെഡിന്റെ അടുത്ത് ഭയങ്കര ദേഷ്യം തോന്നി. എ എന്ന വ്യക്തി സെഡിന് പറഞ്ഞ വ്യക്തിയെ വെടിവെച്ച് കൊന്നു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എ ചെയ്ത ഒഫൻസിന്റെ പേരെന്താണ്? ഇതിന്റെ ആണ് പോലീസ്. ഇതാണ് പോലീസ് ആരെന്ന് പറയാമോ? ആരാ മരിച്ചെന്ന് പറയാമോ? മരിച്ചത് പോലീസാണ് മരിച്ചത്. മർഡർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം കത്തിയാലോ? എക്സെപ്ഷൻ എന്താണ്? കോൺസെപ്റ്റ് എങ്ങനെയാണ്? പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്താൽ എങ്ങനെയാണ്? ഞാനിപ്പോ ലിബിൻ ചേട്ടന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. ലിബിൻ ചേട്ടൻ എന്ത് ചെയ്തു? ഒരു ഇരുമ്പ് പാറ വെച്ച് തല അടിച്ചതിനെ കൊന്നു കളഞ്ഞു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ലിബിൻ ചേട്ടൻ ചെയ്ത ഒഫൻസിന്റെ പേരെന്താണ്? അതെ. ഇനി അതേസമയം ഞാൻ ലിബിൻ ചേട്ടന്റെ വീട്ടില് 4-5 പേരായിട്ടാണ് വന്നത്. എന്നിട്ട് ലിബിൻ ചേട്ടന്റെ അവിടെ ആരെങ്കിലും ഇടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട് ഫുൾ അടിച്ച് തകർത്തു എന്നിട്ട് മോഷ്ടിക്കാൻ വന്നതാണ്. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ലിബിൻ ചേട്ടൻ ഞങ്ങളെ കൊന്നു കളഞ്ഞു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ലിബിൻ ചേട്ടൻ ചെയ്ത ഒഫൻസിന്റെ പേരെന്താണ്? പ്രൈവറ്റ് ഡിഫൻസ് ആണ്. റൈറ്റ് ആൻസർ. അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ക്രാഷി പഠിപ്പിച്ചിട്ടില്ല, എന്തിനാ ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയാണ്. അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അവിടെ നമ്മൾ പ്രൈവറ്റ് ഡിഫൻസിൽ പഠിക്കും. ഒരു ഡെക്കോയിറ്റി ആണ് ഒരാൾ കമ്മിറ്റ് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ഹൗസ് ട്രസ്പാസ് ആണ്, അല്ലെങ്കിൽ ഹൗസ് ബ്രേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഹൗസ് മിസ്റ്റേഫ് ഫയർ തീ വെച്ച് കത്തിച്ച് കളയാനൊക്കെയാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാളെ കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല, അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് അല്ല, അത് എക്സീഡ് ചെയ്തു എങ്കിൽ അത് മർഡർ അല്ല. അങ്ങനെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത് മർഡർ അല്ലാതെ കൾപ്പബിൾ ഹോമിസൈഡായി റിഡ്യൂസ് ചെയ്യപ്പെടും. സോ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കിലോട്ട് വരാം. ഡോക്ട്രിൻ ഓഫ് ട്രാൻസ്ഫേർഡ് മാലിസ്. അതായത് മിത്ര നടന്നു വരുന്ന വഴി എനിക്ക് മിത്രന്റെ അടുത്ത് ദേഷ്യം ഉണ്ടായി. ഞാൻ മിത്ര, അഖിൽ ബ്രദർ, ലിബിൻ ചേട്ടനൊക്കെ പറയുന്നത് എന്റെ സ്ക്രീനിൽ ഇപ്പൊ ഇവരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മിത്ര നടന്നു വരുന്ന വഴിയിൽ എന്ത് ചെയ്തു? മിത്ര മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ബോംബ് വെച്ചു. മിത്ര വന്നില്ല. അതിലൂടെ നടന്നു വന്നത് പാവം നിതയാണ്. നിത ബോംബ് പൊട്ടി മരിച്ചു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഞാൻ കോടതി പറയും, എനിക്ക് ഇന്റൻഷൻ ഇല്ലായിരുന്നു നിതയെ കൊല്ലാൻ. നിത എന്റെ ഫ്രണ്ട് ആയിരുന്നു. നിത ഇന്ന ഹെൽപ്പുകൾ എനിക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ എന്തിനു നിതയെ കൊല്ലണം? എന്റെ ഇന്റൻഷൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റും എന്ന ഡിഫൻസ് ഞാൻ പറഞ്ഞാൽ കോടതി എന്ത് പറയും? എന്നെ ശിക്ഷിക്കുമോ ശിക്ഷിക്കൂലയോ? എന്തായിരിക്കും കോടതി ചെയ്യുന്നത്? അതെ, യെസ്. പറയൂ ലിബിൻ ചേട്ടാ, എന്താണ്? അതെ, അത് ആ ഒരു കോൺസെപ്റ്റ് പറയുന്ന ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ഓഫ് ട്രാൻസ്ഫേർഡ് മാലിസ്. ചെയ്തത് തെറ്റാണ്, പക്ഷെ ചെയ്ത തെറ്റ് എന്ത് പറ്റിപ്പോയി? മാറിപ്പോയി. സെക്കൻഡ്. ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാലിസ്, തെറ്റ് മാറിപ്പോയി. ദി ഡോക്ട്രിൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാലിസ്, ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Or transmigration of a malice is a legal principle that is applied in criminal law. It involves the transfer of criminal intent or malice from the intended target to an unintended target. വിചാരിച്ച ആളിലോട്ട് തെറ്റ് പതിക്കാതെ വിചാരിക്കാത്ത ഒരാളിലോട്ട് തെറ്റ് പതിച്ചു. ദിസ് കോൺസെപ്റ്റിനെയാണ് ട്രാൻസ്ഫർ ഓഫ് മാലിസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളവിടെ പറഞ്ഞത്. യെസ്, ട്രാൻസ്ഫർ ഓഫ് മാലിസ് സംഭവിച്ചാൽ എന്താണ് എന്നതാണ് നമ്മൾ സെക്ഷൻ 102 പറയുന്നത്.
അതെ, ട്രാൻസ്ഫർ ഓഫ് മാലിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് BNS സെക്ഷൻ 102 പറയുന്നത്. ഇഫ് എ പേഴ്സൺ അത് ഡിഫൻസ് ആണ് അപ്പൊ അല്ലേ? അത് ഡിഫൻസ് ആണല്ലേ? ഡിഫൻസ് അല്ല ഇത്, അതായത് ഡിഫൻസ് ആയിട്ടല്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല ഇത് പറഞ്ഞിട്ട്. നമുക്ക് ശിക്ഷ കിട്ടും, നമുക്ക് ശിക്ഷ വാങ്ങി തരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ആണിത്. അപ്പൊ അത് എമൗണ്ടിങ് മർഡർ തന്നെയാണോ? എമൗണ്ടിങ് ടു മർഡർ തന്നെയാണ്. അതെ, എമൗണ്ടിങ് ടു മർഡർ. നമ്മൾ ഇവിടെ പറയോ, അത് നമ്മൾ ആരെയാണോ കൊല്ലാൻ ഉദ്ദേശിച്ചത്, നമ്മൾ അയാളിൽ നമ്മുടെ ഇന്റൻഷൻ എന്താണോ ആ ഇന്റൻഷൻ തന്നെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് പേഴ്സണെ മർഡർ ചെയ്യാനായിരുന്നു എന്റെ ഇന്റൻഷൻ. രണ്ടാമത്തെ ആളാണ് മരിച്ചത് എങ്കിൽ രണ്ടാമത്തെ ആളെ മർഡർ ചെയ്യേണ്ട ശിക്ഷ എനിക്ക് കിട്ടും. ഒന്നാമത്തെ ആളെ കൾപ്പബിൾ ഹോമിസൈഡ് ആയിരുന്നു എന്റെ ഉദ്ദേശം എങ്കിൽ രണ്ടാമത്തെ ആളുടെ കൾപ്പബിൾ ഹോമിസൈഡിന്റെ ശിക്ഷ എനിക്ക് കിട്ടും. എന്റെ ഇന്റൻഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ശിക്ഷ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇഫ് എ പേഴ്സൺ ബൈ ഡൂയിങ് എനിത്തിങ് വിച്ച് ഹി ഇന്റന്റ് ഓർ നോസ് ലൈക്ലി ബി കോസ് ഡെത്ത് കമ്മിറ്റ്സ് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ദി ഡെത്ത് ഓഫ് എനി പേഴ്സൺ ഹൂസ് ഡെത്ത് ഹി നെയ്തർ ഇന്റന്റഡ്. ഒരാള് എന്ത് ചെയ്തു, തന്റെ ആക്ട് മൂലം മറ്റൊരാൾ മരിച്ചു. മരിച്ച വ്യക്തി എന്തല്ല, ഇദ്ദേഹം ഉദ്ദേശിച്ച വ്യക്തിയല്ല. The culpable homicide committed by the offender is of the description of which it would have been if he had caused the death of the person whose death is intended. അത് ഇവിടെ പറയുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്, ഇയാള് ഏതൊരു വ്യക്തിയില് എന്തൊരു ഇന്റൻഷൻ ആയിരുന്നോ ഇയാൾക്ക് ഉണ്ടായത് ആ ഒരു ഇന്റൻഷൻ പ്രകാരമുള്ള ശിക്ഷയായിരിക്കും ഇയാൾക്ക് കിട്ടുന്നത്. അതായത് മിത്രയെ എനിക്ക് മർഡർ ചെയ്യണം എന്ന ഇന്റൻഷൻ ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാമത്തെ ആളാണ് മരിച്ചതെങ്കിൽ എനിക്ക് മർഡറിന്റെ പണിഷ്മെന്റ് തന്നെ കിട്ടും. ഇനി എനിക്ക് മിത്രയെ കൊല്ലണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. മിത്രന്റെ കാല് ഒടിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച ആ ചെറിയ ബോംബ വെച്ചത്. പക്ഷെ മിത്ര മരിച്ചുപോയി. മിത്ര അല്ല മരിച്ചത്, നിത മരിച്ചുപോയി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് എനിക്ക് എന്ത് കിട്ടുള്ളൂ, കൾപ്പബിൾ ഹോമിസൈഡ് കിട്ടുള്ളൂ. കാരണം എനിക്ക് മിത്രയിലും കൾപ്പബിൾ ഹോമിസൈഡ് ആയിരുന്നു എന്റെ ഇന്റൻഷൻ. അപ്പൊ എന്റെ ഇന്റൻഷൻ എന്തായിരുന്നോ, ഒറിജിനൽ പേഴ്സണിൽ എന്ത് സംഭവിക്കണം എന്നായിരുന്നു എന്റെ ഇന്റൻഷൻ. ആ ഇന്റൻഷന്റെ ബേസിസിലാണ് മരിച്ച ആളുടെ വിഷയത്തിൽ ഡിറ്റർമിനേഷൻ വരുന്നത്. ആ ഒരു ശിക്ഷയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം വ്യക്തി മാറിപ്പോയി എന്നതിന്റെ പേരിൽ നമുക്ക് ഒഫൻസ് നമുക്ക് രക്ഷപ്പെടാനൊന്നും സാധിക്കൂല. അതിന്റെ ഒരു കേസാണ് എംബറർ വേഴ്സസ് മുഷ്നൂറു സൂര്യനാരായണ മൂർത്തി 1912 കേസാണ്. ഇൻ ദിസ് കേസ് അപ്പല്ലന്റ് ഇന്റൻഡഡ് ടു കിൽ എ പേഴ്സൺ നെയ്മഡ് അപ്പല്ല ത്രൂ poisoned rice. Appalla ate some, but the accused relative daughter Rajalakshmi ate the thrown away sweet meat and died. The Madras High Court convicted the accused for murder of Rajalakshmi by transferring of his malice. ഭക്ഷണത്തിൽ എന്ത് ചെയ്തു, പോയിസൺ ചേർത്തു. വിചാരിച്ചത് അപ്പല്ല മരിക്കണം എന്നാണ്, പക്ഷെ അപ്പല്ല കഴിക്കാതെ ഫുഡ് കളഞ്ഞു കുറച്ച് കഴിച്ചിട്ട്. പക്ഷെ ഇത് ഫുഡ് മാറ്റിവെച്ച ഫുഡ് ആരും എടുത്ത് കഴിച്ചു, രാജലക്ഷ്മിയാണ് എടുത്ത് കഴിച്ചത്. പക്ഷെ രാജലക്ഷ്മി മരിച്ചു. അപ്പല്ല കോടതി പോയി പറഞ്ഞ് ഈ അപ്പല്ലന്റ് ഈ കേസ് മറ്റേ പ്രശ്നക്കാരനായിട്ടുള്ള ആൾ കോടതി പോയി പറഞ്ഞു, എനിക്ക് അപ്പല്ലയെ കൊല്ലണം എന്നേ ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, രാജലക്ഷ്മി മരിക്കണം എന്ന് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ രാജലക്ഷ്മിക്ക് കൊടുത്തിട്ട് പോലും ഇല്ല. കോടതി പറഞ്ഞു, നിനക്ക് ഒരാൾ മരിക്കണം എന്നുണ്ടായിരുന്നല്ലോ, ഉദ്ദേശിച്ച വ്യക്തി മാറിപ്പോയി എന്നല്ലേ ഉള്ളൂ, നീയാണല്ലോ പോയിസൺ ചേർത്തത്. ദെൻ ഇൻ ദിസ് കേസ് ദി ഡോക്ട്രൈൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാലിസ് വിൽ ബി അപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് അയാളെ ശിക്ഷിക്കുകയുണ്ടായി. കോടതി എന്ത് ചെയ്തു, മർഡറിന് അക്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരു കേസാണ്. ഡോക്ട്രൈൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാലിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ക്ലിയർ കട്ട് എക്സാമ്പിൾ ആണ് ഈ കേസ്. സെക്ഷൻ 102 എഴുതണം, കോൺസെപ്റ്റ് എന്താണെന്ന് എഴുതണം, കേസ് ലോ എഴുതണം. ഇത്ര എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഷോർട്ട് ക്വസ്റ്റ്യൻ മാക്സിമം നല്ല മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഇടൂ. പറയണത് ഈ ട്രാൻസ്ഫർ ഓഫ് മാലിസ് ആണോ? കേട്ടില്ല. 102 ട്രാൻസ്ഫർ ഓഫ് മാലിസിന്റെ കാര്യമാണ് പറയുന്നത്. 103. അപ്പൊ നമ്മൾ 100 പഠിച്ചു, 101 പഠിച്ചു, 102 പഠിച്ചു, ഇനി 103 ആണ്. പണിഷ്മെന്റ് ഫോർ മർഡർ. മർഡർ ചെയ്ത എന്താ ശിക്ഷ? Whoever commits murder shall be punished with death or imprisonment for life and shall also be liable to fine. ഒരാൾ മർഡർ കമ്മിറ്റ് ചെയ്താൽ ആൾക്ക് ഡെത്ത് പെനാൽറ്റി കിട്ടും, ജീവപര്യന്തം കിട്ടും, അല്ലെങ്കിൽ ആൻഡ് ഓൾസോ ബി ലയബിൾ ടു ഫൈൻ, അല്ലെങ്കിൽ അല്ല ഫൈനും കൂടെ കിട്ടും. ഒന്നെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് വിത്ത് ഫൈൻ. ഇതായിരിക്കും ക്ലോസ് 1 പറയുന്നത്. ഇനി when a group of 5 or more persons acting in concert commits murder on the grounds of race, caste, community, sex, religion, place of birth, language, place. വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ വിശ്വാസം, ലാംഗ്വേജ്, പ്ലേസ് ഓഫ് ബർത്ത്, റേസ്, കാസ്റ്റ്, റിലീജിയൻ, അവൻ മുസ്ലിം, അവൻ ഹിന്ദു, അവനെ കൊല്ലണം, ഈ ഒരു ബേസസും പറഞ്ഞുകൊണ്ട് ഒരു 5 or more people എന്ത് ചെയ്തു,
ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ ഈച്ച് മെമ്പർ ഓഫ് സച്ച് ഗ്രൂപ്പ് ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത്. എല്ലാവർക്കും ഡെത്ത് പെനാൽറ്റി കിട്ടും. ഓർ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 7 years. 7 years കുറയാത്ത ശിക്ഷയെങ്കിലും കുറഞ്ഞത് കിട്ടിയിരിക്കും. 2 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഇത് അഡീഷണലി BNS വന്നൊരു ഭാഗമാണ്. ക്ലോസ് 2 മനസ്സിലാക്കി വെക്കാം. ഒറിജിനലി IPC ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻസ് പണിഷ്മെന്റിന്റെ കൂട്ടത്തിലൂടെ പറഞ്ഞിരുന്നില്ല. BNS ആഡ് ഓൺ ചെയ്തൊരു പ്രൊവിഷൻ ആണ്. അപ്പൊ 5-5 ആളുകളോ എന്ത് ചെയ്യുന്നു, കൂട്ടക്കൊലപാതകം എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ കൂടുതലായിട്ട് റിലീജിയസ്ലി ഒക്കെ രാഷ്ട്രീയ കൊലപാതകം ഒക്കെ നടക്കുന്നതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരും. അതും പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ചെന്ന് എന്ത് ചെയ്യും, ഇപ്പൊ BJPയും SDPIയും തമ്മിലൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ പരസ്പരം നടത്തിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഒരുപാട് കേസസ് ഉണ്ട്. അതൊക്കെ ഇനി അത് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒഫൻസ് ഇത് വെച്ച് ചാർജ് ചെയ്തിട്ട് എല്ലാത്തിനും ഡെത്ത് പെനാൽറ്റി കൊടുക്കും. അല്ലെങ്കിൽ എല്ലാത്തിനും ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 7 years കൊടുക്കും. ഇനി പണിഷ്മെന്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്ട്. അതെ, അതായത് ലൈഫ് കൺവിക്ട് ആയിട്ടുള്ള ഒരു വ്യക്തി മർഡർ ചെയ്താൽ അതിന് എന്തായിരിക്കും പണിഷ്മെന്റ്? ഇത് ഒറിജിനലി IPC ഉണ്ടായിരുന്നു. പക്ഷെ അത് സുപ്രീം കോടതി ഒരു കേസ് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞ കേസിലൂടെ എടുത്തു കളഞ്ഞതാണ്. പക്ഷെ വീണ്ടും അതെ അവിടെ 301 സംതിങ്ങിൽ പറഞ്ഞതാണ്. അതായത് ലൈഫ് കൺവിക്റ്റിലുള്ള ഒരാൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ്. അയാൾ ജയിലിൽ വെച്ച് വീണ്ടും ഒരാളെ കൊന്നു, അല്ലെങ്കിൽ പരോളിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും ഒരാളെ കൊന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അയാള് ഡെത്ത് പെനാൽറ്റി നിർബന്ധമായിട്ട് കൊടുക്കണം എന്നൊരു സംഭവം IPC ഉണ്ടായിരുന്നു. മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞ കേസിലൂടെ അത് എടുത്ത് കളഞ്ഞതാണ്. പക്ഷെ വീണ്ടും BNS അത് കൊണ്ടുവന്നിട്ടുണ്ട്. സെക്ഷൻ 104 പറയുന്നത് whoever being under sentence of imprisonment for life commits murder shall be punished with death or imprisonment for life, which shall mean the remainder of that person's natural life. ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡെത്തോ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫോ മതി. ആദ്യം ചെയ്താൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ജനറലി പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ സ്റ്റേറ്റിന് കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 14 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് ഇത്ര ഇയേഴ്സ് ആയി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ പറ്റൂല. ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് റിമൈൻഡർ ഓഫ് ദി ലൈഫ് മൊത്തത്തിൽ കിടക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഡെത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ലൈഫ് കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മർഡർ ചെയ്താലുള്ള പണിഷ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. ഡെത്ത് കൊടുക്കണം, അല്ലെങ്കിൽ റിമൈൻഡർ ഓഫ് ദി ലൈഫ് ഫുള്ള് കിടക്കുന്ന രീതിയിലുള്ള ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കണം. അപ്പൊ 101, 100, 101, 102, 103, 104 4 സെക്ഷൻസ് നമ്മൾ നോക്കി. ഇനി 105 എല്ലാ സെക്ഷൻസും പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പേ നിങ്ങളുടെ അടുത്ത് ജനറലി എപ്പോഴും പറയാറുണ്ട്, നമുക്ക് BNS ആണെങ്കിലും ഏത് നിയമമാണെങ്കിലും ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഡെയർ ആക്ട് ആണ്, സെക്ഷൻസ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ സെക്ഷൻസ് കുറച്ച് കട്ട് ചെയ്തിട്ട് ടെക്സ്റ്റിന്റെ ഒരുപാട് കണ്ടൻസ് വേണമെങ്കിൽ കുറെ കൂട്ടാവിടാം. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് അത്രയധികം പ്രയോജനം ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ബെയർ ആക്ട് പഠിക്കുന്നതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ പറയും. കാരണം ബെയർ ആക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കേട്ടാ ട്രാൻസ്ഫർ ഓഫ് മലിസ് അത് 102 പറഞ്ഞിട്ടുണ്ട്. ലൈഫ് കൺവിക്ട് ചെയ്താലുള്ള ശിക്ഷ അത് 104 പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബെയർ ആക്ടും നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് ഇല്ലസ്ട്രേഷൻ വെച്ച് പഠിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്ട് പഠിച്ചു. നിങ്ങൾ 10 കേസ് ലോ ഒന്നും പഠിച്ചില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. കേസ് ലോ പഠിച്ചാൽ നിങ്ങൾ നാളെ എന്തായാലും മറക്കും. ജീവിതാവസാനം വരെ കേസ് ലോ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ സൈറ്റുകൾ നോക്കിയിട്ടായിരിക്കും കേസുകൾ റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ആക്ടിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു കേസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതൊരു ആക്ടിന്റെ അണ്ടറിൽ വരുന്ന പ്രൊവിഷൻ ആണ്, ഇത് ഏതൊരു സെക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ജുഡീഷ്യറി പോലെയുള്ള എക്സാംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കും കൂടി വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയാണ് ആക്ടിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം സെക്ഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും കട്ട് ചെയ്യാതെ അത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. കൾപ്പബിൾ ഹോമിസൈഡിന്റെ പണിഷ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. മർഡറിന്റെ ഓൾറെഡി പറഞ്ഞതാണ്. Whoever commits culpable homicide not amounting to murder shall be punished with imprisonment for a life. For life കിട്ടും, or imprisonment of either description for a term which shall not be less than 5 years, which may extend to 10 years. 5-10 ഇടയിലുള്ള ഇംപ്രിസ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്. പക്ഷെ മർഡർ ആണെങ്കിൽ ഡെത്ത് പെനാൽറ്റിയും കൂടി ഉണ്ടാവും അവിടെ. ഓക്കെ, 105 കൾപ്പബിൾ ഹോമിസൈഡിന്റെ ഇതിനെപ്പറ്റി പറയുന്നത്. ഡിഫറൻസുകള് ഇന്റൻഷന്റെ പേരിലുള്ള ഡിഫറൻസ്. മർഡർ ഇൻവോൾവ്സ് ക്ലിയർ ഇന്റന്റ് ടു കിൽ. മർഡറിന്റെ അകത്ത് കൊല്ലണം എന്ന ഇന്റൻഷൻ ക്ലിയർലി വരുന്നുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡിൽ അങ്ങനെയല്ല. ക്യാൻ ഒക്വയർ വിത്തൗട്ട് ഇന്റൻഷൻ. ക്ലിയർലി കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ അവിടെ വരാറില്ല. ഒരു ആക്ട് ചെയ്ത് കോൺസിക്വന്റ്ലി അവിടെ മരണം സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ സർക്യൂംസ്റ്റൻസസ്. മർഡറിന്റെ അകത്ത് എന്തായിരിക്കും? ഓഫ്റ്റൻ ഇൻവോൾവ്സ് പ്രീമെഡിറ്റേറ്റഡ് ആക്ഷൻ. മർഡറിന്റെ അകത്ത് കൂടുതലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവും.
എനിക്ക് ഗൗരിയെ കൊല്ലണം. സോ ഞാൻ എന്ത് ചെയ്യും, CCTV അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടാവും, ഞാൻ കത്തി വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ കൾപ്പബിൾ ഹോമിസൈഡ് അങ്ങനെയല്ല. ഫ്രം സഡൻ അൾട്ടർക്കേഷൻസ്, പെടുന്നനെ ഉണ്ടാവുന്ന പ്രവൃത്തി മൂലം ഉണ്ടാവുന്നതാണ്. ഇതിൽ പ്രീമെഡിറ്റേഷൻസ് ഉണ്ടാവാറില്ല. ഇതൊരു ഡിഫറൻസ് ആണ്. മൂന്നാമത്തെ മെൻസറിയ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മർഡറിന്റെ അകത്ത് ടിപ്പിക്കലി മെൻസറിയ കൊല്ലണം തന്നെയുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡിൽ എന്താണ്, ഒരു നെഗ്ലിജൻസ് ആണ് സംഭവിക്കുന്നത്. മെൻസറിയ ക്ലിയർ കട്ട് കൊല്ലണം എന്നല്ല, അവിടെ ഒരു നെഗ്ലിജൻസ് സംഭവിച്ചു പോവുകയാണ്, ഒരു അശ്രദ്ധയാണ്. അടിച്ചപ്പോ അതിന്റെ ഒരു സിവിയറിറ്റി കൂടി പോയി, നെഗ്ലിജൻസ് സംഭവിച്ചു, അല്ലെങ്കിൽ റെക്കൽനെസ് സംഭവിച്ചു. അതാണ് കൾപ്പബിൾ ഹോമിസൈഡിലുള്ളത്. സിവിയറിറ്റി ഓഫ് പണിഷ്മെന്റ്, പണിഷ്മെന്റിലുള്ള വ്യത്യാസം മെൻഷൻ ചെയ്യുക. മർഡറിന്റെ അകത്ത് വലിയ വലിയ പെനാൽറ്റീസ് ആണ്, കൾപ്പബിൾ ഹോമിസൈഡിൽ പെനാൽറ്റി ഇച്ചിരി കുറവാണ്. പബ്ലിക് പെർസെപ്ഷൻസ്, മർഡറിനെ പറ്റി പൊതുജനങ്ങൾക്കുള്ളത് ഇറ്റ് ഇസ് കൺസിഡർ ആസ് മോർ ഹീനിയസ് വൺ. അത് വളരെ ഒരു കൊള്ളൂലാത്തതായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ, മനഃപൂർവ്വം ഒരാളെ കൊന്നു, അപ്പൊ ജനങ്ങൾക്കൊക്കെ ഭയങ്കര വെറുപ്പാണ്, പക്ഷെ അവൻ എന്താ അങ്ങനെ ചെയ്തത്. പക്ഷെ കൾപ്പബിൾ ഹോമിസൈഡ് അങ്ങനെയല്ല, ഇറ്റ് ഇവോക്ക് മോർ സിമ്പതി. ഇത് ചെയ്ത ആളെടുത്ത് സിമ്പതി ആയിരിക്കും തോന്നുന്നത്. അവൻ കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തല്ലല്ലോ, അടിച്ചപ്പോ അറിയാതെ മരിച്ചു പോയതല്ലേ, മനഃപൂർവ്വം കൊല്ലണം എന്ന് വിചാരിച്ചതല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെടുത്ത് കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്താൽ സിമ്പതിക്കൽ അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ മർഡർ ഇതിനെ ഹീനിയസ് എന്ന കൺസിഡറേഷൻ ആയിരിക്കും കിട്ടുക. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടില്ല, 1-2 സെക്ഷനും കൂടി കഴിയുന്നതോട് ചാപ്റ്റർ തീരണേണ്. കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് 105 വരെയാണ് നമ്മൾ നോക്കിയത്. 106 സെക്ഷൻ 106 പറയുന്നത്, ഒരാള് നെഗ്ലിജൻസിലൂടെ മറ്റൊരാളുടെ ഡെത്ത് കോസ് ചെയ്തു. ഞാൻ വണ്ടി ഓടിച്ചു, എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് ഉള്ള ആളെ ഇടിച്ചു തെറിപ്പിച്ചു, ആള് മരിച്ചു. ഈ സെക്ഷന്റെ അണ്ടറിൽ വരും. ഇനി ഒരു ഡോക്ടറാണ് ഞാൻ, പേഷ്യന്റിനെ ചികിത്സിച്ചപ്പോ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ല, ഒരു കത്രികയുടെ കുടുങ്ങിപ്പോയി, ആള് മരിച്ചു. Whoever causes death of any person by doing any rash or negligence act, ഒരാളുടെ അശ്രദ്ധ മൂലം മറ്റൊരാൾക്ക് മരണം സംഭവിച്ചു, നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. അന്ന് കൾപ്പബിൾ ഹോമിസൈഡ് പോലും അല്ല ഇത്. ഓക്കെ, മനഃപൂർവ്വമുള്ള നരഹത്യ അല്ല. ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years, 5 years വരെയുള്ള ശിക്ഷ കിട്ടും. ആൻഡ് ഷാൾ ഓൾസോ ബി ലയബിൾ ടു ഫൈനും കൊടുക്കേണ്ടി വരും. ഇഫ് സച്ച് ആക്ട് ഇസ് ഡൺ ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ഡോക്ടറാണ് ഇത് ചെയ്യുന്നത്. While performing medical procedure, he shall be punished with imprisonment of a description for a term which may extend to 2 years. ഡോക്ടർമാർക്ക് കുറച്ച് ഇതുണ്ട്, ഡോക്ടർമാരാണ് ചെയ്യുന്നത്. ഡോക്ടർ കൃത്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല, ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഒരു ഫോൺ കോൾ വന്നു, ഡോക്ടർ അത് എടുത്തു, അറ്റൻഡ് ചെയ്തു. പക്ഷെ ആ ഒരു സമയം കൊണ്ട് പേഷ്യന്റ് മരിച്ചുപോയി. അപ്പൊ ഡോക്ടറിന്റെ ഭാഗത്ത്, ഡോക്ടറിന് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്, ഡോക്ടറിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം അശ്രദ്ധ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ആൾ മരിക്കുന്നത്. ഡോക്ടറിന് കൃത്യമായ രജിസ്ട്രേഷൻസ് ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറിന് 2 വർഷം ശിക്ഷ കിട്ടുള്ളൂ. കാരണം ഡോക്ടർ അവിടെ ഇന്റൻഷൻ ഇച്ചിരി കൂടെ കുറവാണ്. ഡോക്ടറിന്റെ ഭാഗത്തുനിന്നുള്ള അശ്രദ്ധ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരാളുടെ ജീവിതം രക്ഷിക്കുന്നതിന്റെ ഇടയിൽ ഡോക്ടറിന് അശ്രദ്ധ പറ്റി, അതുകൊണ്ടാണ് 2 വർഷം ശിക്ഷിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ ഡ്യൂട്ടി, പുള്ളി എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫീൽഡിലോട്ട് ആളുകൾക്ക് പേടി വരും ഇങ്ങോട്ട് കയറാൻ. പിന്നെ ആളുകൾ കയറാത്തൊരവസ്ഥയായിപ്പോ, പിന്നെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പൊ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥ ലോകത്ത് വരും. അപ്പൊ അതുകൊണ്ടാണ് വലിയ ശിക്ഷയൊന്നും കൊടുക്കാതെ, എന്നാൽ അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയുള്ളതുകൊണ്ട് 2 വർഷത്തെ ഇംപ്രിസ്മെന്റ് ആക്കി അവർക്ക് ചുരുക്കി കൊടുത്തേക്കുന്നത്. എക്സ്പ്ലനേഷനിലൂടെ പറയുന്നുണ്ട്, ഫോർ ദി പർപ്പസ് ഓഫ് ദി സബ്സെക്ഷൻ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ഇവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് മെഡിക്കൽ പ്രാക്ടീഷണർ ഹു പൊസസസ് എനി മെഡിക്കൽ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് അണ്ടർ ദി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019 ആക്ട് പ്രകാരം അക്രഡീഷൻ കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കോളേജിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള മെഡിക്കൽ ഡോക്ടറിനെയാണ് ഇവിടെ മെഡിക്കൽ പ്രാക്ടീഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Whoever causes death of any person. ഇത് BNS-നോട്ട് അഡീഷണലി കയറി വന്ന ഒരു സംഭവം കേട്ടോ. ഇത് പണ്ട് ഇതിന്റെ ഇയർ കുറവായിരുന്നു, സംതിങ് അറൌണ്ട് 3 or 4 years ആയിരുന്നു. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അതായത് വണ്ടി ഓടിച്ച് നിർത്തിയിട്ട് പോകാത്ത കേസസ്. എനി പേഴ്സൺ ബൈ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ്. കേട്ടില്ല? ഹിറ്റ് ആൻഡ് റൺ കേസ് എന്ന് പറയുന്നത് അതാണ്. അതെ അത് തന്നെ, ഹിറ്റ് ആൻഡ് റൺ കേസസ് അതൊക്കെ തന്നെ. Rash and negligent driving of the vehicle not amounting to culpable homicide and escapes without reporting it to police officer or magistrate. ഹിറ്റ് ആൻഡ് റൺ കേസസ് സംഭവിക്കുമ്പോൾ പോലീസിന്റെ അടുത്ത് പറയാതെ നെഗ്ലിജന്റ് ആയി വണ്ടി ഓടിച്ച ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചിട്ടു, പോലീസിനെ അറിയിച്ചില്ല, ഇടിച്ച് രക്ഷപ്പെട്ടു. ഇൻ ദിസ് കേസ് he shall be punished with imprisonment of either description for a term which may extend to 10 years വരെയുള്ള ശിക്ഷ കിട്ടും. പണ്ട് IPC-ൽ 10 years ഉണ്ടായിരുന്നില്ല, സംതിങ് 4 or 5 years അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 10 ആയിട്ടുണ്ട്. അതിന്റെ പേര് BNS വന്നപ്പോൾ ഒരുപാട് ലോറി ഓടിക്കുന്ന ആളുകളും ബസ് ഓടിക്കുന്ന ആളുകളൊക്കെ സമരം ചെയ്തായിരുന്നു. കാരണം അവരുടെ പ്രൊഫഷണൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ തിരിച്ചു പോയിക്കാനുള്ള ചോദ്യം ഇതാണ്, അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു അപകടം ഉണ്ടാക്കി, അത് സ്വാഭാവികം, അപകടം ആർക്കും ഉണ്ടാകും.
നിങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചുകൂടാ? എന്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചുകൂടാ? എന്തുകൊണ്ട് കൃത്യമായിട്ട് അത് മജിസ്ട്രേറ്റിനെ അറിയിച്ചുകൂടാ? ഇത് ചെയ്യാത്തതുകൊണ്ടാണല്ലോ ശിക്ഷ. അതുകൊണ്ട് ഇത് പ്രൊട്ടസ്റ്റ് ഉണ്ടായെങ്കിൽ പോലും അതിനെ കൺസിഡർ ചെയ്തില്ല. 10 വർഷത്തെ ഇംപ്രസ്മെന്റ് ആക്കി കൂട്ടുകയുണ്ടായി. BNS വന്നിട്ടുള്ള പേഴ്സണലി എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സെക്ഷനാണ്. അത് കുറഞ്ഞ ഇംപ്രസ്മെന്റ് ആയിരുന്നു, അത് കൂട്ടി 10 വർഷമാക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ പെടും, 10 വർഷം തന്നെ ശിക്ഷ അനുഭവിക്കണം. 10 അല്ല, അത് കോടതി കൊടുക്കും, 10 വരെയും ആക്കി. പണ്ട് അത്ര ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പൊ ആളുകൾക്ക് പേടിയുണ്ടാവും, വണ്ടി ഇടിച്ചാ മരിച്ചെങ്കിൽ മരിച്ച്, എന്നാലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി നോക്കാം എന്ന ഇന്റൻഷനെങ്കിലും വരും ആൾക്കാർക്ക്. 106 വരെയും പറഞ്ഞു. 107 പറയുന്നത് അബൈറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ചിൽഡ്രൻ ഓർ പേഴ്സൺ ഓഫ് അൺസോൺ മൈൻഡ്. അതെ, അൺസോൺ മൈൻഡ് ആയിട്ടുള്ള ആളുകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച്. ബുദ്ധിയില്ലാത്ത കൊച്ചാണ്, അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടിക്ക് എന്ത് ചെയ്തു? കുട്ടിക്ക് മരിക്കണം എന്ന് തമാശക്ക് പറഞ്ഞു. 6 പഠിക്കുന്ന ഒരു കുട്ടി, ചേട്ടാ ഞാൻ ഒരു കൊച്ചിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആ കൊച്ചിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു, ചേട്ടാ എനിക്കിപ്പോ മരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നീ ചത്തോടാ, എന്നാ തോക്ക് തലയിൽ വെടി വെച്ച് ചാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഞാനല്ലേ മണ്ടൻ ഇവിടെ. യെസ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചൈൽഡിനെ കൊല്ലാൻ വേണ്ടി, സൂസൈഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അബറ്റ് ചെയ്യുന്ന ആളെ കൊന്നു കളയണം. കാരണം എന്താണ് ആ ചെയ്തേക്കുന്നത്? ഇഫ് എനി പേഴ്സൺ അണ്ടർ ദി 18 years of age, എനി പേഴ്സൺ വിത്ത് മെന്റൽ ഇൽനസ്, എനി ഡെലിറിയസ് പേഴ്സൺ ഓർ എനി പേഴ്സൺ ഇൻ സ്റ്റേറ്റ് ഓഫ് ഇൻടോക്സിക്കേഷൻ, കള്ളുപിടിച്ച അവസ്ഥയിലുള്ള ഒരാളുടെ അടുത്തോ, കള്ളുപിടിച്ചുള്ള അവസ്ഥയിലുള്ള ഒരാളാണ്, അയാൾ പറയും എന്നെ കൊന്നോ, കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞേടാ നീ കയറിക്കോ, അവിടെ ചാടിയാൽ മരിക്കും. അയാൾ ചാടും. ഇത്തരം പ്രായത്തിലുള്ള ഒരാളെ അല്ലെങ്കിൽ അവസ്ഥയിലുള്ള ഒരാളെ മരിക്കാൻ വേണ്ടി സഹായിച്ചാൽ, ഹൂവർ അബൈറ്റ്സ് ദി കമ്മീഷൻ ഓഫ് സച്ച് സൂസൈഡ്, ഇത്തരം അവസ്ഥയിൽ ഒരാളെ സഹായിച്ചാൽ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത്. സഹായിച്ച ആളെ കൊല്ലണം. കാരണം മറ്റയാൾക്ക് ബുദ്ധിയില്ല, ബോധമില്ല, ആ ഒരു അവസ്ഥയിലാണ്. അയാളെ മരിക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ കൊലപാതകം എന്ന് തന്നെ വേണം അതിനെ പറയാൻ. ചെയ്ത ആൾക്കും ഡെത്ത് പെനാൽറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കണം, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം നോട്ട് എക്സീഡിങ് 10 years കൊടുക്കാം, ഒപ്പം ഫൈനും കൊടുക്കാം. ഇനി 180 പറയുന്നത് അബറ്റ്മെന്റ് ഓഫ് സൂസൈഡ്, സാധാരണ സൂസൈഡിന് വേണ്ടി സഹായിച്ചാലാണ്. അത് കുട്ടികളുടെ കാര്യമാണ് അവിടെ പറഞ്ഞത്. ഇവിടെ സാധാരണ ആള്, അതിന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് മരിക്കണം, ഞാൻ പറഞ്ഞേടാ കുറച്ച് വിഷം ഞാൻ വാങ്ങിച്ചു തരാം, നീ മരിച്ചോ. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഈ ഒരു സെക്ഷനേക്ക് അട്രാക്ട് ചെയ്യുക. 108, ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ്സ് സൂസൈഡ്, ഹൂവർ അബറ്റ്സ് ദി കമ്മീഷൻ ഓഫ് സച്ച് സൂസൈഡ് ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years. 10 years വരെയുള്ള ശിക്ഷ കിട്ടും. അറ്റംപ്റ്റ് ടു മർഡർ, കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തി. 107 കുട്ടികളുടെ കാര്യം മാത്രമാണ്. കുട്ടികളെ സഹായിച്ചു, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളെ മരിക്കാൻ സഹായിച്ചു. അവിടെ ഇച്ചിരി സിവിയർ ആണ്. അവർക്ക് ഒരു കൺസെന്റ് തരാൻ പറ്റുന്ന ഒരു ടൈം അല്ലല്ലോ അവർക്ക്. അവരെയാണ് സഹായിക്കുന്നതെങ്കിൽ ഡെത്ത് പെനാൽറ്റി തന്നെ കൊടുക്കണം. ഇത് സാധാരണ ആളുകളാണ്, ബുദ്ധി ബോധവും ഇല്ല, 18 വയസ്സൊക്കെ കഴിഞ്ഞ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളെ സഹായിച്ചു എങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കണം. അല്ല, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് അല്ലേ പറഞ്ഞത്? അല്ല, shall be punished with imprisonment for description for a term which may extend to 10 years. റൈറ്റ്, മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായി. ഓക്കെ. ലാസ്റ്റ് മർഡർ. ഞാൻ ഒരാളെ വെടിവെച്ചു, ആള് മരിച്ചില്ല, ആള് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. പ്രണീത മൈക്കൊന്ന് ഓഫാക്കാവോ? ഓവർ ഡസ് എനി ആക്ട് വിത്ത് സച്ച് ഇന്റൻഷൻ ഓർ നോളജ് ആൻഡ് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് ദാറ്റ് if he by the act caused death he would be guilty of murder. ചെയ്ത ആക്ട് മൂലം ആള് മരിച്ചിരുന്നെങ്കിൽ ആൾക്ക് മർഡർ കിട്ടുമായിരുന്നു. പക്ഷെ ആള് മരിച്ചില്ല. ഇങ്ങനത്തെ ഇൻസ്റ്റൻസ് വന്നാൽ അതിനെ അറ്റംപ്റ്റ് ടു മർഡർ എന്നാണ് പറയുന്നത്. ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേക്സ് ഇൻ ടു 10 years ആൻഡ് ഷാൽ ഓൾസോ ബി ലയബിൾ ടു ഫൈൻ കിട്ടുന്നതാണ്. ഇനി ഞാൻ ചെയ്ത ആക്ട് മൂലം ഇഫ് ഹേർട്ട് ഇസ് കോസ്ഡ്, രണ്ടാമത്തെ ആൾക്ക് ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ട്, വേദന സംഭവിച്ചു, എങ്കിൽ ദി ഒഫൻഡർ ഷാൽ ബി ലയബിൾ ടു ഐദർ ടു ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കിട്ടും. ഞാൻ ചെയ്ത അറ്റംപ്റ്റ് ടു മർഡറിൽ മറ്റൊരാൾക്ക് ഹേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ വെടിവെച്ചു പക്ഷെ ആള് മാറിക്കളഞ്ഞു, ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഞാൻ ചെയ്ത അറ്റംപ്റ്റ് ടു മർഡർ ആണ്, അയാൾക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 10 വർഷം വരെയുള്ള ഇംപ്രിസ്മെന്റ് കിട്ടും. ഇനി ഞാൻ വെച്ച വെടിയിൽ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു ഹേർട്ട് മാത്രം ഉണ്ടായി, വെടി കൊണ്ടില്ല. വെടിയുടെ ശബ്ദം കേട്ടിട്ട് ചെവി വേദന എടുത്തു, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വേദനകൾ ഉണ്ടായി. അടിച്ചപ്പോ വടി കൊണ്ടില്ല, പക്ഷെ അത് റിഫ്ലക്ട് ചെയ്ത് കറങ്ങി വന്നപ്പോ ചെറുതായിട്ടൊന്നും കൊണ്ടു, കൈവേദന എടുത്തു, അത്രേ ഉള്ളൂ. ദെൻ ഹേർട്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ എനിക്ക് ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കിട്ടും. ഇനി എനി പേഴ്സൺ ഓഫ് അത്ര മതിയാവും. ഇനി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇംപ്രിസൺമെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഇംപ്രിസ്മെന്റ് ആൻഡ് റിഗ്രസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ഐദർ ഇല്ല ഐദർ ടു ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, അല്ലെങ്കിൽ ഇവിടെ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years. വേറൊരു കാര്യം അതല്ല ഞാൻ ചോദിക്കുന്നത്, അതല്ല. ഇതിനകത്ത് എപ്പോഴും ഇംപ്രിസ്മെന്റ് ഓഫ് ഏതർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം ഓഫ് 10 years എന്നോ അല്ലെങ്കിൽ 5 years എന്ന് പറയുമ്പം ഏതർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഈ നമ്മൾ നേരത്തെ പഠിച്ച ഈ ഇംപ്രിസൺമെന്റിന്റെ റിഗ്രസും സിമ്പിളും ആണോ എന്നാണോ ചോദിക്കുന്നത്? അതെ, ഏത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഐദർ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല. ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓറിട്ട് 3-4 പണിഷ്മെന്റോടെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് എക്സാമ്പിൾ നോക്കിക്കേ, പണിഷ്ഡ് വിത്ത് ഡെത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കാം, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 10 years കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് കൊടുക്കാന്നാണ്. അപ്പൊ ഐദർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ മറ്റേത്. 2 ഇംപ്രിസ്മെന്റ് ഒക്കെ പറയുന്ന സ്ഥലത്ത് ചിലപ്പോ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് അല്ലെങ്കിൽ ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years രണ്ടും പറഞ്ഞിട്ടുണ്ടാവും. ഐദർ ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസ്മെന്റ് ഫോർ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years രണ്ടെണ്ണം പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും ഐദർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അത് കോടതിക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. കോടതിക്ക് സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനിക്കാം ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കണോ അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം അപ് ടു 10 years കൊടുത്താൽ മതിയോ, അതിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിഗ്രസ് ആണോ ഇതാണോ എന്ന് നമുക്ക് BNSS-ലുണ്ട്, അതിന്റെ പ്രൊസീജിയർ ലോയിലുണ്ട്. അത് ഓരോ ഒഫൻസിന്റെ നേച്ചർ അനുസരിച്ച് കോടതി ആയിരിക്കും അത് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ഐദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശേഷം പറയാൻ പോകുന്ന രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്നാണ്. ഓക്കെ, അപ്പൊ ഹലോ, യെസ് 10 years എന്ന് പറയുന്നത് മിനിമം 10 years ആണോ അതോ മാക്സിമം 10 years ആണോ? വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 10 years ആണെങ്കിൽ മാക്സിമം 10 years. It shall not be less than 10 years എന്നാണെങ്കിൽ മിനിമം 10 years. ടേം മനസ്സിലായോ? രണ്ട് രീതിയിലുണ്ട്, ടേം ഉണ്ട്. ആ ടേമിന്റെ രീതി അനുസരിച്ചിരിക്കും. വിച്ച് ഷാൾ ബി എക്സ്റ്റെൻഡഡ് ടു ആണെങ്കിൽ മാക്സിമം, വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ എന്നാണെങ്കിൽ മിനിമം. രണ്ട് രീതിയിലും കാണാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ ഇസ് ദാറ്റ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ്. അറ്റംപ്റ്റ് ടു മർഡർ നമ്മൾ പറഞ്ഞു. ഇനി കൾപ്പബിൾ ഹോമിസൈഡ് അറ്റംപ്റ്റ് ചെയ്താലുള്ള ശിക്ഷ എന്താ? ഹൂവർ ഡസ് എനി ആക്ട് വിത്ത് ഇന്റൻഷൻ ഓർ നോളജ് ആൻഡ് അണ്ടർ സച്ച് സർക്കംസ്റ്റൻസസ് ദാറ്റ് ഇഫ് ഹി ബൈ ദി ആക്ട് കോസ് ഡെത്ത്. മൊത്തം പറയുന്ന എത്ര ഉള്ളൂ? കൾപ്പബിൾ ഹോമിസൈഡ് ചെയ്യാൻ നോക്കി പക്ഷെ നടന്നില്ല, അറ്റംപ്റ്റ് ആയിട്ടുള്ളൂ എങ്കിൽ ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ശ്രദ്ധിച്ചോട്ടാ, ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. കണ്ട, ഒന്നെങ്കിൽ 3 വർഷം ശിക്ഷിക്കുക അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുക. ഇതിലല്ലെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കുക. അതാണ് ഇവിടെ ഐദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 വർഷം വരെ കൊടുക്കുക, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കുക. ഇതാണ് ഇവിടെ. ഇനി ഒരു കാര്യം കൂടെ പറയുന്നത്, ഇഫ് ഹേർട്ട് ഇസ് കോസ് ടു എനി പേഴ്സൺ, കൾപ്പബിൾ ഹോമിസൈഡിന്റെ ശ്രമത്തിന്റെ ഇടയിൽ മറ്റൊരാൾക്ക് ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഷാൾ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസ്മെന്റ് ഓഫ് ഐദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത്. നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡിന്റെ ശ്രമത്തിന്റെ ഇടയിൽ മറ്റൊരാൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ 3 വർഷം ശിക്ഷ. ഇനി അയാൾക്ക് എന്തെങ്കിലും ഹേർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെയുള്ള ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ഫൈൻ കിട്ടും, അല്ലെങ്കിൽ രണ്ടും കൂടെ കിട്ടും. യെസ്, ഇത്രയും കാര്യങ്ങളാണ് 100 മുതൽ 110 വരെയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നോക്കി. എന്തൊക്കെ നോക്കി? 100-ൽ നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് ജനറൽ ആയിട്ട് എന്താന്ന് പറഞ്ഞു. 101-ൽ മർഡർ പറഞ്ഞു, അതിന്റെ 4 ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ 5 എക്സെപ്ഷൻസ് പറഞ്ഞു. പ്രൊവോക്കേഷന്റെ അപ്ലിക്കബിൾ അല്ലാത്ത 3 സിറ്റുവേഷൻ സ്പെഷ്യലി മെൻഷൻ ചെയ്തു. ഇല്ലസ്ട്രേഷൻസ് പറഞ്ഞു. 102-ല് ട്രാൻസ്ഫർ ഓഫ് മാലിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞു. കേസ് ലോ നോക്കി, എക്സാമ്പിൾ നോക്കി, ഇല്ലസ്ട്രേഷൻ നോക്കി. 103-ലോട്ട് വരുമ്പോ 103-ൽ എന്തായിരുന്നു? മർഡറിന്റെ പണിഷ്മെന്റ് ആണോ? ഓർമ്മയുണ്ടോ? പണിഷ്മെന്റ് മർഡർ പറഞ്ഞു. യെസ്, റൈറ്റ്. പിന്നെ 104-ലോട്ട് വരുമ്പോ ലൈഫ് കൺവിക്ട് മർഡർ ചെയ്ത ആളുടെ പണിഷ്മെന്റ് എന്താന്ന് പറഞ്ഞു. 105-ലോട്ട് വരുമ്പോ 5-ൽ എന്തായിരുന്നു പറഞ്ഞത്? നോട്ട് എമൗണ്ടിങ് ടു മർഡറിന്റെ പണിഷ്മെന്റ് എന്താന്ന് പറഞ്ഞു. 106-ൽ എന്താ പറഞ്ഞത്? നെഗ്ലിജൻസ് ആക്ടിലൂടെ ഡെത്ത് കോസ് ചെയ്ത, അല്ലാതെ മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ വിഷയം, ഹിറ്റ് ആൻഡ് ഡ്രൈവിന്റെ വിഷയമൊക്കെ സെപ്പറേറ്റ് പറഞ്ഞു. മെഡിക്കൽ പ്രാക്ടീഷണർ എക്സ്പ്ലനേഷൻ പറഞ്ഞു. 107-ൽ എന്താ പറഞ്ഞത്? സൗണ്ട് മൈൻഡ് ചൈൽഡിന്റെ അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് പറഞ്ഞു. 108-ൽ എന്താ പറഞ്ഞത്? ഓക്കെ. 109-ൽ എന്താ പറഞ്ഞത്? attempt to murder. ഓക്കെ. 110-ല് attempt to commit culpable homicide. ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 സെക്ഷനും ഇല്ലസ്ട്രേഷനും എക്സാമ്പിൾസും എക്സെപ്ഷൻസും കേസ് ലോസും എല്ലാം വെച്ച് ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? ഒരു 10-15 വെച്ച് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇത് വെച്ചിട്ട് ചുരുങ്ങിയത് അടിപൊളിയായിട്ട് എഴുതൂലേ? ഇത് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇന്ന് നമുക്ക് ഇത്രയും മതി. BNS-ല് ഏറ്റവും ചുരുങ്ങിയത് പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഇത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും മതി നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നാളത്തെ